പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, നമ്മൾ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ആരാധനയിലേക്ക് വന്നിരിക്കുന്നത്. കൃപാസന ആരാധനയുടെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കുന്നത്, അനുഭവത്തിലൂടെ അറിയണത്, പരിശുദ്ധ അമ്മയുടെ ജീവൻ സാന്നിധ്യത്തിലാണ് ഈ ആരാധന നടക്കുന്നത്. അതുകൊണ്ടാണ് മിറക്കിൾസ് സംഭവിക്കുന്നത്. നമ്മൾ ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താ? അമ്മയുടെ സാന്നിധ്യത്തിൽ ഒരു ആരാധന ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം നടത്തുക. ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം എന്ന് അച്ഛൻ പറഞ്ഞത് നമുക്ക് സ്ഥലമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടിയാൽ മതി. ബാക്കിയുള്ള ദിവസങ്ങളിലെ ധ്യാനം നിങ്ങൾ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ കൂടേണ്ടതാണ്. ബാക്കിയെല്ലാം നമുക്ക് 6 ധ്യാനം ഉണ്ടല്ലോ ഒരു മാസം 6 ധ്യാനം ഉള്ളത് നിങ്ങൾ 5 ഫേസ്ബുക്കിലും യൂട്യൂബിലും കൂടാം. ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ നാളെ ഷാലോമിലെ ശുശ്രൂഷയുടെ എഗ്രിമെൻ്റ് നടക്കുകയാണ്. അപ്പോൾ ഷാലോം ടി വിയിലും ഈ പ്രോഗ്രാം ഒരു ആഴ്ച 2 പ്രാവശ്യം വെച്ച് നമുക്ക് കൂടാം. പരിശുദ്ധ അമ്മ ക്രമീകരണം ചെയ്യുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഇവിടെ വന്നാൽ ബാക്കി 2 എണ്ണം ഷാലോം ടി വിയിൽ നമുക്ക് കൂടി പ്രാർത്ഥനാപൂർവ്വം അതിൽ പങ്കെടുക്കാൻ കഴിയും. ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ്. മറ്റുള്ളവർ ടി വി കാണുന്ന പോലെയല്ല, നമ്മൾ ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് ആ സമയം കണ്ടെത്തി അവിടെ ഇരുന്ന് ശ്രദ്ധയോടെ പ്രാർത്ഥിച്ച് ദൈവവചനം നമ്മൾ കേൾക്കുമ്പോൾ കൊതിയോടെ കേൾക്കണം. കാര്യം എന്താണ്? ഇപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധയോടെ കേൾക്കും. ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ, അതിന് അപ്പുറത്തൊരാളില്ലാത്ത രീതിയിൽ നമ്മളോട് സംസാരിക്കുമ്പോൾ അത് നമ്മളെയും കൂടി ബാധിക്കുന്ന വിഷയമാണെങ്കിൽ നമ്മൾ സീരിയസ് ആയിട്ട് കേൾക്കും. നമ്മളെ പെട്ടെന്ന് ബാധിക്കുന്ന വിഷയം ചില സമയത്ത് 5-6 കൊല്ലം അല്ലെങ്കിൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മളെ ബാധിക്കുന്ന വിഷയമാണെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ കേൾക്കും. പക്ഷേ ജീവിതകാലവും കഴിഞ്ഞ് നമ്മളെ ബാധിക്കുന്ന വിഷയമുണ്ട്. അതാണെങ്കിൽ അയാളെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരെ നമ്മൾ കേൾക്കത്തുള്ളൂ, അല്ലേ? കർത്താവിൽ നിന്ന് കേൾക്കുന്നത് ഈ ജീവിതവും വരാനിരിക്കുന്ന ജീവിതവുമാണ്. അതാണ് വചനം സത്യയോടെ കേൾക്കണമെന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, ഈ ജീവിതവും നിത്യജീവിതവും കർത്താവേ പൊരുളറിയിക്കുന്ന നിന്റെ സ്നേഹോക്തികളെ കേൾക്കുവാൻ ഹൃദയത്തെ അങ്ങ് ഒരുക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. എന്ത് കേൾക്കുമ്പോഴും ഇപ്പം സാക്ഷ്യം ഉൾപ്പെടെ അച്ഛൻ പണ്ടും അങ്ങനെയായിരുന്നു ചെയ്യണത്. നിങ്ങൾക്കൊരു പക്ഷേ എൻ്റെ ചില മെത്തേഡുകൾ സഹായകമാണ്. അല്ലേ, ഞാൻ വേറെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കത്തില്ല. എന്ത് കേട്ടാലും കർത്താവ് അതിനെക്കുറിച്ച് എന്ത് പറയണമെന്ന് കേൾക്കും. എന്ത് കേട്ടാലും ദൈവത്തിന് അതുമായിട്ട് എന്താണ് ബന്ധം, എന്ത് കണക്ഷൻ എന്ന് നോക്കും. അങ്ങനെ വരുമ്പോൾ എന്ത് വരുന്നറിയാവോ? നമ്മൾ എന്ത് കേട്ടാലും ഉടനെ നമ്മളുടെ നിങ്ങൾക്ക് നിങ്ങൾ പ്രൊഫഷണൽസാണ്, നിങ്ങൾക്കൊരു ട്രാൻസ്ഫർ വന്ന്, അപ്പോൾ ടീച്ചറിന് ട്രാൻസ്ഫർ വരുമ്പോൾ ടീച്ചർ എന്താണ് ചിന്തിക്കണത്? ടീച്ചർ എന്താ ചിന്തിക്കണം നമ്മൾ പറയത്തില്ല. പക്ഷേ ടീച്ചർ ട്രാൻസ്ഫർ ആണല്ലോ എന്ന് ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ ഈ DP എന്ന് വിളിച്ച് പറയുമ്പോൾ ടീച്ചർ ഉടനെ ചിന്തിക്കണത് എന്തായിരിക്കും? ദൈവമേ എൻ്റെ കുഞ്ഞ് എന്നാ ചിന്തിക്കണേ, അല്ലേ? വേറെ നമ്മളത് ഒരു പുറത്ത് പറയത്തില്ല. എൻ്റെ ഭർത്താവ് എന്നൊന്നും ഒരു ഓർക്കത്തില്ല. ദൈവമേ എൻ്റെ കുഞ്ഞ്. ഞാൻ അകലെ പോയി കഴിഞ്ഞാൽ കുഞ്ഞിനെ സമയത്ത് സന്ധിക്കാനും ചിലപ്പോൾ വരുമ്പോൾ കൊച്ചുറക്കമായിരിക്കും. ആരെല്ലാം കുഞ്ഞിനെ നോക്കിയാലും നമ്മൾ നോക്കണ പോലെ നമുക്ക് തൃപ്തി കിട്ടത്തില്ല. ഒരു പക്ഷേ നമ്മളെക്കാളും അമ്മമ്മ നോക്കുമായിരിക്കും. പക്ഷേ അത് കരുതിയിട്ട് കാര്യമില്ല, നമുക്ക് തൃപ്തി കിട്ടത്തില്ല. അപ്പോൾ നമ്മൾക്ക് ട്രാൻസ്ഫർ കിട്ടിയ ഉടനെ ദൈവമേ എൻ്റെ കുഞ്ഞെന്ന് ഓർക്കും.
അതുപോലെ തന്നെ എന്ത് കേട്ടാലും ദൈവമേ എൻ്റെ ദൈവം എന്ന് ഓർക്കണേ. എൻ്റെ ദൈവമായിട്ട് എന്താണ് ബന്ധമെന്ന്. ഇപ്പം നിങ്ങളൊരു അങ്ങനെ ഓർത്താൽ എന്താ ഗുണമെന്നറിയാവോ? അപ്പോൾ ദൈവത്തിന് നമ്മളെ മനസ്സിലാകും, നമ്മൾ ഈ ദൈവത്തിൻ്റെ പനിയും പിടിച്ച് നടക്കണ കക്ഷിയാണെന്ന് മനസ്സിലാകും. ദൈവത്തിൻ്റെ ജ്വരവും പിടിച്ച് നടക്കണ കക്ഷിയാണെന്ന് എങ്ങാനും ദൈവത്തിന് മനസ്സിലായാൽ പിന്നെ കാര്യമൊക്കെ പെട്ടെന്നാവും. എനിക്ക് ഇത്രയും നാൾ, ഞാൻ 4 വയസ്സ് മുതൽ ദൈവത്തിനോട് നടക്കുന്ന ആളാണ്. ഇത്രയും നാൾ എനിക്ക് മനസ്സിലായത്, ദൈവത്തിന് എപ്പോഴെങ്കിലും നമ്മളുടെ ട്രൂ സെൻസ് പിടികിട്ടിയാൽ പിന്നെ ദൈവം നമ്മെ വിട്ടുപോകത്തില്ല. ഇപ്പോഴത്തെ മുഴുവൻ പ്രശ്നമെന്ന് പറയണത് ദൈവത്തിന് നമ്മളെ മനസ്സിലാകാത്തതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ? ദൈവത്തിന് ബുദ്ധിയില്ലാത്തത് കൊണ്ടല്ല, നമ്മൾ ആരാണെന്ന് ദൈവത്തിന് മനസ്സിലാക്കാൻ നമുക്ക് ലഭിച്ച പരീക്ഷകളെല്ലാം നമ്മൾ തോറ്റുപോയി. അതാണ് കുഴപ്പമായത്. നമ്മൾ ആരാണെന്നേ ദൈവത്തിന് പിടികൊടുക്കാൻ വേണ്ടി ദൈവം കുറേ അവസരങ്ങൾ ജീവിതത്തിൽ തരും. പക്ഷെ ആ പരീക്ഷ നമ്മൾ തോറ്റുപോകും. അത് ശ്രദ്ധിക്കണം. ബൈബിളിലുള്ള ഏറ്റവും വലിയൊരു സീരിയസ് സബ്ജക്റ്റാണ്. ചിലപ്പോൾ നമ്മൾ ഇപ്പം നിങ്ങൾ സ്വസ്ഥമായിട്ടാണ് ധ്യാനം കൂടുന്നത്, ഹർത്താലൊന്നും ഇല്ലെങ്കിൽ ഇവിടെ പുഴുങ്ങി മനുഷ്യൻ വേർത്ത് മെഴുകിയിരിക്കും അല്ലേ? അപ്പോൾ ചിലർ വിചാരിക്കും, ഓ അവിടെ ചെന്നാൽ ഭയങ്കര പുഴുക്കലാണ്, താമസിച്ച് ചെന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല, റോഡേ നിന്നാൽ മതിയല്ല എന്ന് വിചാരിക്കും. അപ്പോൾ ദൈവത്തിന് പിടികൊടുത്തു നമ്മൾ. ചിലർ വിചാരിക്കും എന്ത് പുഴുക്കലായാലും ശരി കർത്താവിൻ്റെ മുമ്പിൽ പോയിരിക്കണമെന്ന്. മൂത്രം ഒഴിക്കാൻ പോയില്ലെങ്കിൽ കുഴപ്പമില്ല, അവിടെ തന്നെ പോയിരിക്കണമെന്ന് വിചാരിക്കും. അപ്പോൾ അവർ ചാടിപ്പിടിച്ച് രാവിലേക്ക് വരും. എന്തിനാണ്? ആ സ്ഥലം പിടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ നീ കാണിക്കുന്ന വെബ്രാളങ്ങളിലൂടെയെല്ലാം നിന്നെ ദൈവം വായിക്കുന്നുണ്ട്. നീ കാണിക്കുന്ന വെബ്രാളങ്ങളില്ലേ? ഇപ്പം ചിലർ കുർബാനയ്ക്ക് രാവിലെ തന്നെ വെളുപ്പിനെ പോണ കാണാം. എന്താ? മുഴുവൻ കുർബാനയിൽ പങ്കുകൊള്ളണം, അത്രേ ഉള്ളൂ. ഇപ്പം ചില പറയും എവങ്കേലി വെച്ച് കഴിയുമ്പോൾ ചെന്നാൽ മതി, അച്ഛൻ്റെ ഇനി കുറേ പ്രസംഗമെല്ലാം കഴിയുമ്പോൾ സ്വസ്ഥമായിട്ട് കൂടിയാൽ മതി. അപ്പോഴൊക്കെ അതെല്ലാം പിടികൊടുക്കലാണ്. ശരിക്കും പിടികൊടുക്കരുത് ഒരിക്കലും. ഇതിന് സഹായകം വേണം ശരിക്കും. ഇതിനാണ് ഈ നമ്മുടെ ക്രിസ്തീയ ആധ്യാത്മിക ജീവിതം ദൈവം ക്രമീകരിച്ചിരിക്കുന്നത് ഒരു ഗൈഡിൻ്റെ കൂടെയാണ്. ഇപ്പം നമ്മൾ ഫുട്ബോളില്ലേ, ഫുട്ബോളിന് എന്താ? അതിന് ഒരു ട്രെയിനറുണ്ട് അല്ലേ? ട്രെയിനർ വെച്ചിട്ടുണ്ട്. ക്രിക്കറ്റിനുണ്ട് കോച്ചുണ്ട്. ആധ്യാത്മിക ജീവിതവും ദൈവം വെച്ചിരിക്കുന്ന കോച്ചിനെ വെച്ചാണ്. നമ്മളീ പറയുന്ന സ്പിരിച്വൽ ഫാദേഴ്സൊന്നും അല്ല, കോച്ചുണ്ട്. ക്രിസ്തീയ ആധ്യാത്മിക ജീവിതം ദൈവം ചെയ്തിരിക്കുന്നത് ഒരു കോച്ചിനെ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. കോച്ച് പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ആരാ കോച്ച്? നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ആൾ, നമ്മളെ പഠിപ്പിക്കുന്ന ആളാണ് കോച്ച്. ആരാണത്? നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ആൾ, നമ്മളെ പഠിപ്പിക്കുന്ന ആളാണ് കോച്ച്. ആരാണത്? പരിശുദ്ധാത്മാവ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 14:26 എന്താ പറയണത്? ഞാൻ പിതാവിനോട് ചോദിക്കുകയും മറ്റൊരു സഹായകനെ അയച്ചു തരികയും ചെയ്യും. അപ്പം ഞാൻ പഠിപ്പിച്ചിട്ടില്ല, നിങ്ങളെ അനുസ്മരിപ്പിക്കും, ആത്മാവ് നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യും. 2 ഡ്യൂട്ടിയാണ് പരിശുദ്ധാത്മാവിനുള്ളത്. ഇപ്പം നിങ്ങളെ കല്യാണം വെക്കണില്ല, ജോലിയില്ല എന്നൊക്കെ പറയണില്ലേ? ഈ സാക്ഷി കേട്ടപ്പോൾ എന്ത് തോന്നി? ഇതൊക്കെ ദൈവത്തിന് ഒരു സെക്കൻഡ് മതിയെന്ന്. സാക്ഷ്യം കേട്ടില്ലേ? ഇപ്പോൾ ഒരു ചേച്ചിയുടെ സാക്ഷ്യം എന്താ? 17 കൊല്ലം മുമ്പ് അവർ ഒരു എന്നാ അവർ പറഞ്ഞത്, ഒരു ഈ പിള്ളേരെ പഠിപ്പിക്കുന്ന പരിപാടി എന്താ? അംഗനവാടിയാണ്. അപ്പം 17 കൊല്ലം മുമ്പ് അവർ അവിടെ ഹെൽപ്പറായിട്ട് പോയ ആളാണല്ലേ. പിന്നെ അതുമായിട്ട് അവരുടെ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ട് അതുമായിട്ട് പിന്നെ ഒരു കണക്ഷനും ഇല്ല. പക്ഷെ അവർ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ അമ്മ അത്ഭുതമായിട്ട് പഴയ ഫയലുകൾ എടുപ്പിക്കും. അയ്യോ, ഉടമ്പടി ഇങ്ങനെ ഓരോ ദിവസം ചെല്ലും തോറും മിറക്കിളിൻ്റെ നേച്ചർ മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണില്ലേ? മിറക്കിളിൻ്റെ നേച്ചർ മാറുകയാണ്. അത് ഇവരുടെ സ്വപ്നത്തിൽ പോലും ഇല്ല ആ ജോലി, ഇവരുടെ ബ്രെയിനിൽ ഇവരുടെ ഓർമ്മയെപ്പോലും ഇല്ല. ദൈവവേദന
നിൻ്റെ ഓർമ്മയിപ്പോലും ഇല്ലാത്ത പരിഹാരമാർഗമായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ദൈവം നിന്നെ സന്ദർശിക്കും. കൈ അടിച്ചു കർത്താവ് തിരിച്ച് വിളിപ്പിച്ചിരിക്കുകയാണ് 17 കൊല്ലം മുമ്പ്. ഇതാണ് മിറക്കിൾ എന്ന് പറയണത്. അത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇപ്പം ഇന്നലെ ഉടമ്പടി എടുത്തപ്പോൾ സാക്ഷ്യം പറഞ്ഞില്ലേ, ഇന്നലെ ഉടമ്പടി എടുത്ത് അപ്പം അത് അവിടെ പരീക്ഷയ്ക്ക് തോറ്റുപോയ കേസാണ്. പിന്നെ അവർ അതിന് റിവാലുവേഷന് കൊടുത്തു. റീവാലുവേഷൻ തന്നെയും 6 മാസത്തിന് ഒരു 3 മാസം കഴിയുമ്പോൾ റിസൾട്ട് വരേണ്ടതാണ്. 3 മാസം 6 മാസമായി, 1 കൊല്ലമായി, 1 കാലമായി. അപ്പോൾ ആ പേപ്പർ പോയി, ദ്രവിച്ചു പോയി. അപ്പോൾ നമ്മൾ ആ ഫയൽ ക്ലോസ് ചെയ്യുകയാണ്. ബുദ്ധിയും ബോധമില്ലാത്ത ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അവിടെ ഫയൽ ക്ലോസ് ചെയ്യും. കാര്യം എന്താ? അതിനൊക്കെ ഒരു ടൈമുണ്ട്. ഒരു റീവാലുവേഷൻ പേപ്പർ കിട്ടുന്നതിനൊരു സമയമുണ്ട്. ആ സമയം കഴിഞ്ഞാൽ അത് മനുഷ്യൻ നിശ്ചയിക്കുന്ന സമയമാണ്. ആ സമയം കഴിഞ്ഞാൽ നമ്മൾ ആ വിഷയം പ്രാർത്ഥിക്കത്തില്ല. അതാണ് ഒരു പ്രശ്നം. ഇതാണ് പരീക്ഷണം എന്ന് പറയണത്. നമ്മളെ റീവാലുവേഷൻ്റെ സമയം 3 മാസം, 6 മാസം, 3/4 മാസം, അല്ലെങ്കിൽ 9 മാസം, 1 കൊല്ലം. അപ്പോഴെന്നാ പറ്റണത്? ആ റീവാലുവേഷന് കൊടുത്ത വേറെ പല ആൾക്കാരുടെയും ആ ഗഡുവിന് കൊടുത്തിരിക്കുന്ന ആൾക്കാർക്കെല്ലാം പേപ്പർ കിട്ടുകയും അവർ തോക്കുകയോ അല്ലെങ്കിൽ പുതിയ കോളേജിൽ പഠിക്കുകയോ ചെയ്തിട്ടുണ്ട്. ഇവർക്ക് മാത്രം അതില്ല. അവർ ഉടമ്പടി ചെയ്തപ്പോൾ അമ്മ ഫയൽ എടുക്കുകയാണ്. ഞാൻ ഓർക്കണേ, ഉടമ്പടി ചെയ്യാതിരുന്നെങ്കിൽ അതൊക്കെ ഇന്നും അവിടെ കിടന്ന് പൂർത്ത് ജീർണിച്ച് പോവുകയുള്ളൂ. ആ ഫയൽ ഇടിപ്പിക്കും. എനിക്കതൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ആ കാര്യം അമ്മ ഇങ്ങനെ കുറേ പണി കാണിക്കുന്നുണ്ട്. ആ ദ്രവിച്ചു പോയ സാധനത്തിനെ തിരിച്ചെടുപ്പിച്ചിട്ട് ഇവർ ഉടമ്പടി ചെയ്യണം. അന്ന് തന്നെ കമ്പ്യൂട്ടറിൽ സാധനം ഇടുകയാണ്. ഇപ്പോൾ ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞ എന്താ, ഒരു അമ്മച്ചി സാക്ഷ്യം പറഞ്ഞെന്നറിയാമോ? ഞാൻ 60,000 രൂപ ഹോളി ലാൻഡിൽ പോകാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് തലേ ദിവസം അറിയണത് എൻ്റെ പാസ്പോർട്ട് എക്സ്പയർ ആയിരിക്കണമെന്ന്. അപ്പോൾ എമിഗ്രേഷൻ അടിച്ച് വരത്തില്ല, വിസ അടിച്ച് വരത്തില്ല. അപ്പോൾ ഇവർക്ക് സർവാംഗം വേർക്കുകയാണ്. അവർ കാശ് പോവുകയും ചെയ്ത് സീറ്റ് ബുക്ക് ചെയ്ത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അവരുടെ തീരുമാനം എടുക്കണം. എന്താ? ഞാൻ കയറിപ്പോകും. അവിടെ ചെല്ലുമ്പോൾ അമ്മ വിസ അടിച്ചു തരും. ഞാൻ അമ്മയെ കണക്കാക്കിക്കൊണ്ട് കയറിപ്പോകും. അതാണ് റിസ്കി ഫെയ്ത്താണ്. ബുദ്ധിയുള്ളവൻ പോകത്തില്ല. കാര്യം ബുദ്ധിയുള്ളവനും ദൈവം ഒരിക്കലും പ്രവർത്തിക്കത്തുമില്ല. ഈ കാണുന്ന എന്താണ്? വിജ്ഞാനികളുടെ വിജ്ഞാനത്തെ ഞാൻ നിർവീര്യമാക്കുന്ന ബുദ്ധിമാന്മാരുടെ ബുദ്ധിയെല്ലാം ഞാൻ നിർവീര്യമാക്കുന്ന കർത്താവിൻ്റെ വചനമുണ്ട്. അതായത് വിശ്വാസം എന്ന് പറയുന്നത് ബുദ്ധിയുള്ളവർക്കുള്ള പരിപാടിയല്ല, സ്നേഹമുള്ളവർക്കുള്ള പരിപാടിയാണ്. മനസ്സിലായല്ലേ? ആരോട് സ്നേഹം? ദൈവത്തോട് സ്നേഹമുള്ളവർക്ക്. ബുദ്ധിയുള്ളവർക്കല്ല, ദൈവത്തോട് സ്നേഹമുള്ളവർ. അതുകൊണ്ട് അച്ഛൻ എപ്പോഴും നിങ്ങളെ ഇങ്ങനെ അടിച്ച് തെളിച്ച് ഞാൻ കൊണ്ടുവന്ന് സ്നേഹത്തിൻ്റെ പാതയെ നിർത്താൻ നോക്കും. അച്ഛൻ്റെ നിങ്ങൾ വചനം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പതുക്കെ കൊണ്ടുവന്ന് നിങ്ങളെ ട്യൂൺ ചെയ്ത് കർത്താവ് സ്നേഹത്തിൻ്റെ പാതയെ കൊണ്ടുവന്ന് നിർത്തും. അത് നിങ്ങളിപ്പോൾ അമ്മായി ഇപ്പോൾ ചെറിയ പറയും, എൻ്റെ അച്ഛാ അമ്മായി അമ്മ പൊറുപ്പിക്കണില്ല അച്ഛാ, എനിക്ക് പലപ്പോൾ തോന്നുന്നു ഇവർക്ക് 2 കൊടുത്തിട്ട് ഇവിടുന്ന് പോകണമെന്ന്. കാര്യം അത്രയും കാര്യം അമ്മായിയമ്മയും മരുമക്കളെല്ലാം കൂടി നാത്തൂന്മാരെല്ലാം കൂടി ഒരു ഗ്രൂപ്പാക്കിയിട്ട് ഇവളെ ഒറ്റപ്പെടുത്തും. ഇവർ അനീതി ചെയ്ത് സഹിക്കാണ്ടാത്ത വരുവാകും. അപ്പോൾ ഏത് മനുഷ്യനായാലും ചിലവെടുത്ത് 2 തലക്കെട്ട് കിട്ടണമെങ്കിൽ 2 മേടിച്ചാലും കുഴപ്പമില്ല, ഒരു 3 ഇട്ടച്ചും ഇവിടുന്ന് കടന്നു കളാം. അത് മനുഷ്യൻ ആ മൈൻഡ് ആ രീതി അനുഭവിച്ച് കഴിയുമ്പോൾ മൈൻഡ് സെറ്റാകും. ആ രീതി സെറ്റാകും. അപ്പോൾ അതിനകത്തൊരു കുറ്റബോധം തോന്നില്ല. തല്ലിക്കൊന്നപ്പോൾ ഒരു കുറ്റബോധം തോന്നുന്നില്ല. കാര്യം അവരത്രയും അനുഭവിച്ചിട്ട് അവർക്കുണ്ടാകുന്ന മൈൻഡ് സെറ്റ് മാറുകയാണ്. അത് പരിശുദ്ധാത്മാവ് ഇല്ലെന്നുണ്ടെങ്കിൽ അവരങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്യും, ജയിലിൽ പോവുകയും ചെയ്യും. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ പറയും, നിൽക്കും മോളെ, സമാധാനം ഉണ്ടാക്കാം, വരട്ടെ, വെയിറ്റ് എന്ന് പറയും. പരിശുദ്ധാത്മാവ് എന്താണ്? സഹായകനാണ്. നീ ഇങ്ങനെ ലോകാരൂപിയിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയും, എലിസബത്തെ സംഭവം ശരിയാകത്തില്ല, നീ അകത്ത് പോകും, പിന്നെ എനിക്ക് നിൻ്റെ കയ്യിരിപ്പ് കാരണം എനിക്ക് നിന്നെ ഒരു കാലത്ത് സഹായിക്കാൻ പറ്റത്തില്ല. അപ്പം എപ്പോഴും പല അബദ്ധങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് നമ്മളിങ്ങനെ
കണ്ണിൽ കൊള്ളാനുള്ള പിരികത്ത് കൊണ്ടുപോയി എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ അത് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈശോ പറയണത്, വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നെ അറിയിക്കും. എന്തിനാണെന്നറിയോ? നിങ്ങൾ അതായത് ഇപ്പോൾ വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. 16:13 യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് വരാനിരിക്കുന്ന കാര്യങ്ങൾ. ഒന്ന് പറഞ്ഞേ, വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ജോലിയാണ് എന്താണ്? വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞാലുണ്ടല്ലോ നമുക്ക് സമാധാനമാകും. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചീനെ കണ്ടെന്ന് പറഞ്ഞില്ലേ, ഞായറാഴ്ച പറഞ്ഞായിരുന്നു, പ്രസന്ന, പണ്ട് ഇവിടെ വന്നിരുന്ന ഹൈന്ദവ സഹോദരിയാണ്. അപ്പോൾ അവളൊരു ദിവസം കരഞ്ഞ് പിടിച്ചിവിടെ വന്നു. എന്നുവെച്ചാൽ പറഞ്ഞ്, അച്ഛാ ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിൽക്കുക, 8 കൊല്ലമായി ഭർത്താവിൻ്റെ കൂടെ നിന്നിട്ട് ഇവിടെ ഭയങ്കര കുത്തുതലയൊക്കെയാണ്, മക്കളുമില്ല, അയാളാണെങ്കിൽ എന്നോട് സ്നേഹവുമില്ല, അയാൾ വേറൊരു സ്വഭാവമാണ്. പിന്നെ എനിക്കിവിടെ ആരുമില്ലെങ്കിൽ ഞാൻ പിന്നെ മക്കളും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ നിൽക്കണത്? അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിൽക്കണം വെച്ചാന്ന് പറഞ്ഞു. അവിടെയും എനിക്ക് കുറച്ച് പ്രയാസങ്ങളുണ്ട്, പക്ഷേ എനിക്ക് നിൽക്കക്കളിയില്ല വെച്ചാന്ന് പറഞ്ഞു. എനിക്ക് അത്രേ പറഞ്ഞുള്ളൂ. അന്ന് ഉടമ്പടി പ്രാർത്ഥന ഇല്ലാത്തൊരു കാലമാണ്. ഇപ്പം ഇവളുടെ സങ്കടവും വിഷമവും കണ്ടപ്പോൾ ഞാനൊരു വിശ്വാസ പ്രമാണം ചൊല്ലി ഇവിടെ തലേ കൈവച്ച് ഞാൻ പറഞ്ഞു, നിൻ്റെ പ്രശ്നം കുഞ്ഞുണ്ടാകണതല്ലേ, കുഞ്ഞിനെ തരാമെന്ന് ഈശോ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അതല്ല പ്രശ്നം. കുഞ്ഞിന് നിൻ്റെ പ്രശ്നം കുഞ്ഞില്ലാത്തതല്ലേ. കാര്യം ഇവിടെ അവളുടെ മനസ്സിലിരിക്കണത് അവൾക്ക് 8 വർഷമായിട്ട് കുഞ്ഞില്ല, 8 വർഷമായിട്ട് അവൾക്ക് കുഞ്ഞില്ല. അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് അമ്മായിയമ്മ നീ മച്ചിയാണ് അതിനെ കൂരി എന്നൊക്കെ പറഞ്ഞ് ഇവളുടെ കഴുത്തേ കയറണത്. അതിൻ്റെ അമ്മായിയമ്മേനെ സ്കൂൾ ചെയ്തുകൊണ്ട് നാത്തുമാരും കൂടി എങ്ങനെ ഇവിടെ കൊച്ചു പുറത്ത് ചാടിക്കുക എന്നാണ് അവരുടെ ഉദ്ദേശം. ഇപ്പം ചില ആൾക്കാരുണ്ട്, ആങ്ങളെ ഏത് പെണ്ണുങ്ങടത്ത് പോയാലും കുഴപ്പമില്ല, നാത്തിനോട്ടൊരു പണി കൊടുത്താൽ മതി എന്നുള്ള രീതിയിൽ പൈശാചിക അരുപതി പെരുമാറുന്ന നാത്തുമാരുണ്ട്. നമ്മൾ അറിയത്തില്ല, കാണുമ്പോൾ വലിയ പള്ളിയും പട്ടക്കാരൊക്കെ നടക്കണ കാണാം, പക്ഷെ കയ്യിരിപ്പ് ഭയങ്കര പെശകായിരിക്കും. പല അമ്മമാർക്ക് മനസ്സുണ്ട്, മരുമകളെ ഒന്ന് അടിപൊലിയിൽ വേറെ പെണ്ണുങ്ങളെ കൂട്ടിക്കൊടുത്താലും അമ്മായി അമ്മമാർക്ക് ഭയങ്കര സന്തോഷമാണ്. എന്താ, അങ്ങനെയെങ്കിലും മരുമകളുടെ കണ്ണീര് കണ്ടാൽ മതിയല്ല എന്ന്. അങ്ങനെയൊക്കെയുള്ള ദുഷ്ടപ്പിശാചുകളുണ്ട്. പിശാചൊക്കെ ഇവരെ കാണുമ്പോൾ ഉണ്ടല്ലോ ഹാറ്റ് എടുത്തിട്ട് സൗട്ട് എന്ന് പറയും. എന്താ കാര്യം? അവരെക്കാൾ വലിയ സാധനമാണ് ഇവർ. അപ്പം പിശാച് പറയുമ്പോൾ ഞാനീ പഠിച്ച പണി 18 കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിരിക്കണം അത്രയും സൈസ് നമ്പറൊന്നും എൻ്റെ കയ്യിലില്ലെന്ന് പറയും, നമിച്ചിരിക്കണം എന്ന് പറയും പിശാച്. അയ്യോ, അങ്ങനെയുള്ള പിശാചുകളുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെയാണ് നമ്മൾ ജീവിക്കണത്. ഇങ്ങനെയുള്ള ആൾക്കാർ ചിലർ പറയും, കർത്താവ് ഇന്ന് അച്ഛൻ പറഞ്ഞത് മുഴുവനും അവരെക്കുറിച്ചാണ്. കുരുത്തക്കേടന് അവർ ഇന്ന് മാത്രം പള്ളിയിലും വന്നിട്ടില്ല, ദൈവം അവരുടെ കൂടെയാണ്. ഇന്ന് അച്ഛൻ പറഞ്ഞ മുഴുവനും അവരെക്കുറിച്ച്, പക്ഷേ ഇന്ന് അവർ പള്ളിയിൽ വന്നിട്ടില്ല. എൻ്റെ മക്കളെ, ഇങ്ങനെ നമ്മൾക്ക് ഇങ്ങനെ പല പ്രശ്നങ്ങളിൽ വിഷമിക്കാം. ഇങ്ങനെ വിഷമിക്കുമ്പോൾ പതുക്കെ നിൻ്റെ പ്രാർത്ഥന ഒന്ന് ഡൗണായി വരും. അത് ശ്രദ്ധിക്കണം. എന്തിനാണ് ധ്യാനമൊക്കെ വെച്ചിരിക്കണേ? ഈ ധ്യാനം ഞങ്ങളിലൂടെയൊക്കെ സംസാരിക്കണില്ലേ? എന്തിനാ? മക്കെദോനിയായിൽ നിന്ന് പൗലോസ് സഞ്ചരിച്ചു. എന്തിനാണ്? അവൻ സഭയെ വചനങ്ങളാൽ ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു, ഉപദേശങ്ങളാൽ ധൈര്യം കൊടുത്തുകൊണ്ടിരുന്നെന്നാണ്. നടപടി പുസ്തകം 22:22. നടപടി പുസ്തകം 22. എന്താ പറയണത്? മക്കെദോനിയയിൽ നിന്ന് പൗലോസ് സഞ്ചരിച്ചു ദേശങ്ങളിലൂടെ, അവൻ സഭയെ വചനം കൊടുത്തുകൊണ്ട് ധൈര്യപ്പെടുത്തിക്കൊണ്ടിരുന്നുവെന്ന്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ വചനത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ധൈര്യപ്പെടുത്തലാണ്. നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു പ്രയാസത്തിലാണ് ജീവിക്കണമെന്നുണ്ടെങ്കിൽ മകളെ വെയിറ്റ് ചെയ്യും. കർത്താവിൻ്റെ വചനം ഇതാണ് നിന്നെക്കുറിച്ച് പറയണത്. നീ മറ്റുള്ളവരുടെ വചനമൊന്നും കേൾക്കണ്ട. നീ കർത്താവിൻ്റെ വചനം അയൽക്കൂട്ടത്തിൽ എന്ത് പറയും, അല്ലെ കുടുംബശ്രീയിൽ എന്ത് പറയും, ഓഫീസിൽ എന്ത് പറയും, സ്കൂളിൽ എന്ത് പറയും, ഈ പേട്ട് മനുഷ്യർ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? നീ അവരാണ് കേൾക്കേണ്ടത്. നമ്മൾ തോറ്റാലും ഒരു തീരുമാനിക്കണം, നമ്മൾ നശിച്ചാലും ഒരു തീരുമാനിക്കണം. എന്താ? എൻ്റെ കർത്താവിൻ്റെ വചനം മാത്രം ഞാൻ കേൾക്കത്തുള്ളൂ. കൈ അടിച്ച് കർത്താവ്. അപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്
അവൾ അതുപോലെ അങ്ങ് വിശ്വസിച്ച്. അതൊരു കൃപയാണ് ശരിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി, ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, ഈ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലെ അന്നാളുകൾ എൻ്റെ ആത്മാവിനെ ഞാൻ എല്ലാവർക്കും നൽകുമെന്നല്ല പറഞ്ഞത്, അല്ലേ? ഈശോയിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഈശോയുടെ ആത്മാവിനെ ലഭിക്കും. ഇപ്പോൾ ജോയൽ 2:38 എന്താ പറയണത്? പറഞ്ഞു, അന്നാളുകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ എല്ലാവർക്കും നൽകും. അപ്പം അക്രൈസ്തവരായ സഹോദരങ്ങൾ, ഇവിടെ ഉള്ളവർ മനസ്സിൽ വിശ്വസിക്കണം. കാര്യം എന്താ? ഈശോയെ വിശ്വസിക്കുമ്പോൾ ഈശോ നേടിയെടുത്ത രക്ഷ നമുക്ക് വിശ്വസിക്കുന്നവർക്ക് അവകാശം. വിശ്വാസം എന്ന് പറഞ്ഞ ഒരു അവകാശമാണ്. നമ്മൾ ആ അവകാശം, യേശുവിൻ്റെ കൃപയിലെ അവകാശം നേടിയെടുക്കണത് എങ്ങനെയാണ്? എൻ്റെ പകരക്കാരനായിട്ടാണ് ഈശോ എനിക്ക് വേണ്ടി മരിച്ചതെന്നിരിക്കും. ഞാൻ മരിക്കേണ്ട സ്ഥലത്ത്, നിത്യമായി മരിക്കേണ്ട സ്ഥലത്ത് എൻ്റെ പാപത്തിന് പരിഹാരം ചെയ്ത് എൻ്റെ കർത്താവ് പരിഹാരം ചെയ്ത് കുരിശിൽ. ഇപ്പം ദൈവപിതാവ് അവൻ്റെ കുരിശിലെ ബലി ഇപ്പം സാധിപ്പിച്ച് അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതുകൊണ്ട് ഈശോ പറഞ്ഞു, എന്നെ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. കൈ അടിച്ചു കർത്താൻ അശുദ്ധ പരമദിവ്യകാരണത്തിന്. ആ മകള് അപ്പം തന്നെ വിശ്വസിച്ചത്. എന്നിട്ട് അവൾ സ്വന്തം വീട്ടിൽ നിൽക്കുകയായിരുന്നല്ലോ. അവൾ പിറ്റേ ദിവസം തന്നെ ഭർത്താവിൻ്റെ വീട്ടിലോട്ട് പോകുന്നു. ആരോടും ഒന്നും പറയാതെ നേരെ പെട്ടി എടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നു. എന്തിനാ പോകുന്നത്? കർത്താവ് അവൾക്ക് കുഞ്ഞിനെ കൊടുക്കുമെന്ന് പറഞ്ഞത് അവളത് വിശ്വസിച്ചു. അത് നമ്മൾ ദൈവത്തെ സീരിയസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ 8 കൊല്ലം കുഞ്ഞുങ്ങളില്ലാ സംഭവമാണ്. വേറെ ഒരാളും ദൈവമേ 8 കൊല്ലം കണ്ട വൈദ്യന്മാർ ലോകം മുഴുവൻ കണ്ട്. ഇനിയിപ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ അച്ഛൻ ചുമ്മാക്ക് വില ഗണിച്ചു പറഞ്ഞായിരിക്കുമെന്നും അങ്ങനെ ചിന്തിച്ചില്ലല്ലോ. അങ്ങനെ ചിന്തിച്ചില്ല. അവളതെപ്പോഴും വിശ്വസിച്ചു. ആ മാസം അവൾ പ്രഗ്നൻ്റായി. പ്രൈസ് ദി ലോർഡ്. ഞാൻ അറിഞ്ഞില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ധ്യാനിപ്പിക്കാൻ പോയപ്പോഴേ, സെൻറ്റ് ലോറൻസ് ധ്യാനിപ്പിക്കാൻ പോയപ്പോഴേ, ഒരു ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ വണ്ടി റോഡിൽ നിർത്തിയപ്പോഴാണ് ഒരു പെണ്ണ് നടന്നു. പിന്നെ ഈ വണ്ടിയുടെ അകത്ത് നോക്കിയപ്പോൾ ഉടുപ്പ് കണ്ടപ്പോൾ ജോസപ്പച്ചനപ്പം എൻ്റെ ഉടുപ്പ് വരക്കണേ. അവൾ കറങ്ങി തിരിഞ്ഞ് എൻ്റെ അടുത്ത്, അച്ഛാ എന്നെ മനസ്സിലായ? ഞാൻ പറഞ്ഞ് കണ്ടിട്ടുണ്ടെന്ന്. അച്ഛാ ഞാൻ പണ്ട് കൃപാസനത്തിൽ വന്നതാണ്, ഇതായിരുന്നു സംഭവമെന്ന്. ഇപ്പം എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് വിശ്വാസം. ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനത്തിലെ ഇതുപോലെ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ ചൈതന്യം ആർജിക്കുവാൻ അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. അപ്പോൾ ഈ അമ്മച്ചിയുടെ കാര്യം പറഞ്ഞില്ലേ നമ്മളതിൻ്റെ ഇടയ്ക്ക്? അമ്മച്ചി നേരെ കയറിപ്പോയി. എങ്ങോട്ട് കയറിപ്പോയി? പാസ്പോർട്ട്, എക്സ്പയറായ പാസ്പോർട്ടും കൊണ്ട് പരിശുദ്ധ അമ്മയെ കാണിച്ച് പാസ്പോർട്ട്. അമ്മയെ കാണിക്കേണ്ടി ഞാൻ വേറെ ആരും പറഞ്ഞിട്ടില്ല. പറഞ്ഞ ആൾക്കാരെന്നെ കയറ്റിക്കൊണ്ട് പോകത്തില്ല പ്ലെയിനിൽ. അതുകൊണ്ട് അമ്മേനെ ഏൽപ്പിച്ച് പോവുകയാണെന്ന് പറഞ്ഞ് അവരുടെ സാക്ഷ്യം പറഞ്ഞ ഇവിടെ വന്ന് എമിഗ്രേഷനിൽ ചെന്നപ്പോഴേ ഈ പാസ്പോർട്ട് കൊടുക്കുകയും ആ സെക്കൻഡ് വിസ അടിച്ച് വരും കമ്പ്യൂട്ടറിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതായത് ഓരോ സംഭവവും നമ്മൾ എന്തിനു വേണ്ടിയാണ് നമുക്കുള്ളത്? നമ്മുടെ വിശ്വാസ നിലവാരം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. എപ്പോഴും ഇഷ്യൂ അല്ല ഇൻസിഡൻറ്റ്. എവരി ഇഷ്യൂസ് ആൻഡ് ഇൻസിഡൻറ്റ്സ് അതിനു വേണ്ടിയുള്ളതാണ്. വിശ്വാസത്തിന് വളരാൻ വേണ്ടിയുള്ളതാണ്. നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വിശ്വാസം വേണ്ടേ? നമുക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ വിശ്വാസം വേണം, സ്നേഹിക്കണമെങ്കിൽ വിശ്വാസം വേണം, എല്ലാത്തിനും വിശ്വാസം വേണം. വിശ്വാസം വേണം, പ്രത്യാശ വേണം, ദൈവസ്നേഹം. ആത്മീയ ജീവിതത്തിന് ഇത് 3 കൂടിയേ തീരത്തുള്ളൂ. പിന്നെ കന്യാസ്ത്രീ സിസ്റ്റേഴ്സിൻ്റെ പോലെ സമർപ്പണവും വേണം. ഇപ്പോൾ സിസ്റ്റേഴ്സിന് മാത്രമല്ലേ സമർപ്പണമുള്ളത്? നമുക്ക് എല്ലാവർക്കും സമർപ്പിതരാകാൻ പറ്റും. എല്ലാവർക്കും. എന്ന് കഴിഞ്ഞാൽ പ്രാർത്ഥനാ വിഷയങ്ങൾ, വിശ്വാസം, പ്രത്യാശ, സ്നേഹം കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്? ചില കാര്യങ്ങൾ മാത്രമേ നടക്കത്തില്ല. ചില കാര്യങ്ങൾ നടക്കത്തില്ല. എല്ലാ കാര്യവും നടക്കും. ഒരു 70-80% കാര്യവും നടക്കും. ചില കാര്യങ്ങൾ ജീവിതത്തിൽ
ഇപ്പം നിങ്ങൾ ഉടമ്പടി വെച്ചിരിക്കുന്ന കാര്യമല്ല ഞാൻ പറയണത്. ഉടമ്പടി ഇപ്പോൾ ഉടമ്പടി സെക്കൻഡ് ഫേസ് തുടങ്ങിയപ്പോൾ 4-5 കാര്യങ്ങൾ വരെ ഒരു 3 മാസം കൊണ്ട്. അന്ന് ഉടമ്പടി 4 കോളങ്ങളുണ്ടല്ലേ ഉടമ്പടി പേപ്പറിൽ. 3 മാസം കഴിയുമ്പോൾ ഒരെണ്ണം പുതുക്കണം. അപ്പം അന്ന് എനിക്ക് അമ്മ എന്നോട് തന്നിരിക്കുന്ന നോട്ട് 1 കൊല്ലം കൊണ്ടാണ് ഈ 6 കാര്യങ്ങൾ നടക്കേണ്ടത്. അപ്പോൾ ഇപ്പോഴത്തെ സാക്ഷികൾ കേൾക്കുമ്പോൾ 3 മാസം കൂടുമ്പോൾ തന്നെ 5 കാര്യങ്ങളുടെ സാക്ഷ്യങ്ങൾ പറയുന്നവരുണ്ട്, 6 പറയുന്നവരുണ്ട്. പക്ഷേ എന്നാലും നിങ്ങൾ ദൈവത്തിനെ സമീപിക്കുന്നത് അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ ജീവിതത്തിൽ ചിലത് മാത്രം ഒരിക്കലും നടക്കത്തില്ല. ചില കാര്യങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും നടക്കത്തില്ല. അപ്പോൾ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഒരു കാര്യം ഇപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. പക്ഷേ നിങ്ങളുടെ അനിയത്തിക്ക് നടന്നെന്ന് വരും. അത് നിങ്ങളുടെ അനിയത്തിക്ക് നടന്നു വരും, നിങ്ങളുടെ ചേട്ടത്തിക്ക് നടന്നു വരും, നിങ്ങൾക്ക് നടക്കത്തില്ല. അപ്പം ചില കാര്യങ്ങൾ ജീവിതം നടക്കാത്ത എന്ത് ചെയ്യണം? നടക്കാത്ത കാര്യങ്ങൾ ഈശോ എന്നാ ചെയ്തത്? നടക്കാത്ത കാര്യങ്ങൾ ഈശോയ്ക്ക് ഉണ്ടായിരുന്ന നടക്കാത്ത കാര്യങ്ങൾ. അതുകൊണ്ട് ഈശോ ആ പ്രാർത്ഥനയ്ക്കൊരു ട്വിസ്റ്റിംഗ് ഉണ്ടാക്കി. ചോര വിയർക്കുമ്പോഴും സത്യസന്ധമായിട്ടാണ് പ്രാർത്ഥിച്ചത്. ചോര വിയർത്തിക്കുമ്പോഴും തൻ്റെ ഇൻട്രസ്റ്റ് മാത്രം എടുത്തല്ല ഈശോയൊക്കെ ഒരു സത്യസന്ധത എന്ന് പറയുന്നത് അതാണ്. പുകാവനത് ചോര വിയർത്ത് കിടക്കുകയാണ്. ചോര വിയർക്കുമ്പോഴും പ്രാർത്ഥനയിൽ സത്യസന്ധനായിരുന്നു. പ്രയർ ഓഫ് ജീസസ് ഭയങ്കര മിറക്കിളാണ്. ചോര വിയർത്ത് തലയും പാറ്റി കണ്ണും തലയും പുകഞ്ഞ് കിടക്കുമ്പോഴും പ്രാർത്ഥനയിൽ സത്യസന്ധത കാണിച്ചു. എന്താണ്? അപ്പാ, ഞാൻ കുടിക്കാതെ ഇത് കടന്നു പോകത്തില്ലെങ്കിൽ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. പ്രൈസ് ദി ലോർഡ്. ഭൂലോകത്ത് ഈശോ മാത്രമേ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. 26:42 വചനം മത്തായിയുടെ സുവിശേഷം. 26:42 എന്ന് പറഞ്ഞേ. അപ്പാ, ഞാൻ കുടിക്കാതെ ഇത് കടന്നു പോകത്തില്ലെങ്കിൽ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അപ്പൊ ഈശോ പ്രശ്നങ്ങളെ 2ആയിട്ട് തിരിച്ച്, അല്ലേ? ഈശോ പ്രശ്നങ്ങളെ 2ആയിട്ട് തിരിച്ച്. ഒന്നെന്താണ്? നമ്മൾ കുടിക്കാതെ കടന്നു പോകാത്തതുണ്ട്, ശരിയല്ലേ? കടന്നു പോകുന്നതുമുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഈ നമ്മൾ അനുഭവിക്കാതെ കടന്നു പോകാത്ത വിഷയങ്ങളില്ലേ, അതുമാത്രം നമ്മൾ സ്വീകരിച്ചാൽ മതിയല്ല. അതിനാണ് സമർപ്പണമെന്ന് പറയണത്. പറഞ്ഞാൽ മനസ്സിലായ? ചില കാര്യങ്ങൾ സമർപ്പണമാണ്. അപ്പം നമ്മൾ ദൈവത്തിന് കൊടുത്തിരിക്കുന്ന ഒരു നിക്ഷേപമാണ് സമർപ്പണം. ഒരു FD, സ്ഥിര നിക്ഷേപം, ഇടയ്ക്ക് പിൻവലിക്കാൻ പറ്റത്തില്ല. അതൊരു മരണ ഇൻഷുറൻസ് പോലെ വർക്ക് ചെയ്യും. ഇപ്പം ചില ആൾക്കാരോട് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി പറയുമ്പോൾ എന്നാ കിട്ടും? 5 രൂപ അടച്ചാൽ മതി, ചത്ത് കഴിയുമ്പോൾ 50,000 രൂപ കിട്ടും. അപ്പോൾ ഈ 5 രൂപ അടക്കണമെന്നും പിശുക്കനാണെങ്കിൽ പറയും 50,000 രൂപ ആർക്ക് കിട്ടും? അതും നിങ്ങൾ ആർക്കാണ് വെച്ചിരിക്കുന്നത്? അവക്ക് ഒലക്കെ കൊടുക്കുന്ന ആർക്ക്? ഭാര്യനാണ് പറയണത്, പിള്ളടിക്കാരായിരിക്കും. അപ്പോൾ ചിലത് ഇൻഷുറൻസ് പോലെയാണ്, നമുക്ക് കിട്ടത്തില്ല. പക്ഷേ നിത്യജീവിതത്തിന് അത് ഓഹരിയാക്കി. ഈ ജീവിതത്തിന് കിട്ടത്തില്ല. ഈ സമർപ്പണത്തിലുള്ള ഗുണം അതാണ്. ഈ 10-86 കൊല്ലമൊക്കെ ജീവിക്കുമ്പോഴേ എന്തെങ്കിലും നിക്ഷേപം ഉണ്ടാകണം. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഞാൻ 86 കൊല്ലം ജീവിച്ച് ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ജോമോളെ കൊണ്ട് പുസ്തകം എടുപ്പിച്ചായിരുന്നു. എനിക്ക് പരിസ്ഥിതിയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ലൈബ്രറിയിൽ നിന്ന് എടുത്തതാണ്. ആയുസ്സും ആരോഗ്യവും എന്നുള്ള പുസ്തകം അവരെടുത്തുകൊണ്ട് വന്നു. അത് വായിച്ചിട്ട് അവിടെ 125 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കുന്ന യോഗികളെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ഞാൻ ഓർക്കണേ, 100 വയസ്സ് വരെ ജീവിച്ചിട്ട് കർത്താവിൻ്റെ കയ്യിൽ ആസ്തി ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിവിടെ 100 വയസ്സ് വരെ ജീവിച്ച്, പക്ഷെ നമുക്ക് സ്ഥിര നിക്ഷേപമോ ഇൻഷുറൻസ് ഒന്നുമില്ല. അപ്പം ഈശോ ചോദിച്ചിടാ, നീ ആവശ്യപ്പെട്ടതെല്ലാം നിനക്ക് തന്നില്ലേ?
നീ വാങ്ങിച്ചുകൊണ്ട് പോയി, ഉപയോഗിച്ച് കഴിഞ്ഞു. നീ പ്രോവിഡന്റ് ഫണ്ടിൽ നിന്ന് വരെ മൊത്തം എടുത്തിട്ടാണ് കാര്യങ്ങൾ നടത്തി. പ്രോവിഡന്റ് ഫണ്ട് വരെ പൊളിച്ചാണ് നീ പോണത്. പ്രോവിഡന്റ് ഫണ്ട് ഉണ്ടല്ല പിരിഞ്ഞു പോകുമ്പോൾ കിട്ടണത്, അതിൽ നിന്ന് ലോണൊക്കെ എടുത്താണ് പിരിയണത്. അങ്ങനെ ചെയ്യരുത്. നമ്മളുടെ കേൾക്കപ്പെടാത്ത പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെന്താ നിക്ഷേപിക്കണത്? പ്രാർത്ഥനയായിട്ട് പലരും നിക്ഷേപിക്കുമോ? ഇല്ല. നമ്മൾ വിശ്വാസമാണ് നിക്ഷേപിക്കണത്, അല്ലേ? ആണോ? നമ്മൾ ദൈവത്തിലുള്ള വിശ്വാസമാണ് നിക്ഷേപിക്കണത്. പിന്നെന്താണ്? പ്രത്യാശ നിക്ഷേപിക്കും. പിന്നെന്താ? നമ്മൾ സ്നേഹം നിക്ഷേപിക്കും. ഇത് ഈശോ പറയും, നിൻ്റെ ശരീരത്തിലായിരിക്കണമെന്ന കാലം ഇതെല്ലാം റീഫണ്ട് ചെയ്യണേ. ഇത് വരിയെല്ലാം കൊണ്ടുപോയിട്ട് നീ എന്നാത്തിന് കാണിക്കാനാണ്? ഈ ശരീരത്തിനല്ലേ, ഇത് കുറച്ച് കഴിയുമ്പോൾ അഴിഞ്ഞു പോകുമെന്ന് പറയും. കുറച്ചുകൂടി ഇരിക്കട്ടെന്ന് പറയും. തന്നുവിട്ടാൽ നീ എല്ലാം ഉപയോഗിക്കുമെന്ന് പറയും. അതുകൊണ്ട് ചില സാധനം പിടിച്ചു വെക്കും. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്ന ഈ നമ്മൾ ചില കാര്യങ്ങൾ കേൾക്കത്തില്ലല്ലോ, കേൾക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് സന്തോഷം ഉണ്ടാകണം. പറഞ്ഞാൽ മനസ്സിലായ? കേട്ട കാര്യങ്ങളല്ല സാക്ഷ്യം പറയണത്. കേൾക്കാത്ത കാര്യങ്ങൾ എന്താണെന്ന് അത് സമർപ്പണമാണ്. നിങ്ങളൊന്ന് പറയണം, നിങ്ങളെ കേൾക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് വരെ നിങ്ങൾക്ക്. അപ്പം നിങ്ങൾ ഇത് കേൾക്കാത്ത കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അനീതിയുണ്ട്. കാര്യം എന്താ? നിൻ്റെ അത്രയും പോലും പ്രാർത്ഥിക്കുന്നതാണ് നിൻ്റെ അനിയത്തി, പക്ഷെ അവൾക്കത് കൊടുത്തിട്ടുണ്ട്. വീടായാലും ജോലിയായാലും സ്ഥലമായാലും നിൻ്റെ അത്രയും കൂടി പ്രാർത്ഥിക്കാത്തതാണ് നിൻ്റെ പള്ളി. ദുഃഖ വെള്ളിയാഴ്ച പോലും നമ്മൾ കയറക്കെട്ടി വരച്ചാലേ നാത്തും പള്ളിയിൽ പോകത്തുള്ളൂ. പക്ഷെ അവളുടെ കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ കൃപാസനത്തിൽ വരുമ്പോൾ അമ്മ പറയും, വെറുതെ ഇറങ്ങിയിട്ടുണ്ട്, ഏതാണ്ട് പുസ്തകമൊക്കെ പിടിച്ച് ഇറങ്ങിയിട്ടുണ്ട്, വല്ല കഥയുണ്ടാ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മളോർക്കും ഈ നാത്തൂൻ കൊന്തക്കിരിക്കത്തില്ല, അവരുള്ള ദിവസം പ്രാർത്ഥന പോലും അനുവദിക്കത്തില്ല, പക്ഷെ അവരുടെ കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ലെന്ന് പറയും. അപ്പോൾ ഇതൊക്കെ ഉടനെ നമ്മളെന്ത് ചെയ്യുന്നറിയോ? നമുക്ക് ആധ്യാത്മിക ജ്ഞാനമില്ലാത്തവരാണെങ്കിൽ നമ്മൾ പ്രാർത്ഥനയിൽ ഡൗൺ ആകും. എന്നാത്തിന് പ്രാർത്ഥിക്കാനും പ്രാർത്ഥിക്കാത്ത ആൾക്കാരൊക്കെ ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കണം. പ്രാർത്ഥിക്കുന്നത് നമുക്കാണ് എപ്പോഴും കുത്തുതലയും സങ്കടവും മറ്റുള്ളവരുടെ പാരയും പൗശന്യവും അടിച്ചമർത്തലും ചവിട്ടിക്കൂട്ടലുമാണ്. എന്നാൽ അപ്പം നമ്മുടെ മനസ്സിടിഞ്ഞു പോകും. ഈ മനസ്സിടിഞ്ഞു പോകുമ്പോഴാണ് ആത്മധൈര്യം നഷ്ടപ്പെടുന്നത്. ആത്മധൈര്യം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വചനം കേട്ടുകൊണ്ടേയിരിക്കണം. ആത്മധൈര്യം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? വചനം കേട്ടുകൊണ്ടിരിക്കണം, വചനം വായിച്ചുകൊണ്ടേയിരിക്കണം. ഇപ്പം ദൈവത്തിൻ്റെ പിന്നെ ഒരു കാര്യം നേരത്തെ പറയാം. അതായത് നിങ്ങളിപ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ 100-ൽ വല്ല 20% മാത്രമേ കേൾക്കാതിരിക്കത്തുള്ളൂ. എന്താ ജോസഫച്ചൻ എങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ജീവിതത്തിലും പിന്നെ കൃപാസന ശുശ്രൂഷ തുടങ്ങിയിട്ട് 10-30 കൊല്ലമായി. അനേക ആയിരങ്ങളും നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതത്തിലും കണ്ടിട്ടുള്ള സത്യം എന്താ? ചില കാര്യത്തിന് മാത്രമേ ഒരു 20% വിഷയം മാത്രമേ കേൾക്കാത്ത ഇരിക്കത്തുള്ളൂ. പിന്നെ ചില കാര്യത്തിന് ഇത്തിരി സമയമെടുക്കും, അൺറീസണബിൾ ടൈം എടുക്കും. ചിലതിന് ഒരു റീസൺ ഉണ്ടാകത്തില്ല, പക്ഷെ സമയമെടുക്കും. ഈ റീസണൊന്നും ഇല്ലാതെ ചില വിഷയത്തിന് സമയമെടുക്കത്തില്ലേ? ഒരു റീസണും ഇല്ല. നമ്മൾ 4 കൊല്ലമായി ദൈവത്തോട് ഒരു വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. പക്ഷേ ചേടത്തി വന്ന് പറഞ്ഞ്, അത് ഞങ്ങളുടെ പഞ്ചായത്ത് ഞങ്ങളുടെ വീടിന് സാങ്ഷൻ ആക്കിയിട്ടുണ്ടെന്ന് പറയും. നല്ല കാര്യം എന്ന് പറയും. നല്ല കാര്യം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മനസ്സിൽ ഓർക്കും, നല്ല കാര്യം ഇതൊക്കെ വാദപ്പനി പോലെ പറഞ്ഞതാണ്. എന്നാലും 4 കൊല്ലമായിട്ടുള്ള ഞാൻ ഈ പ്രാർത്ഥന വെച്ചിട്ട് ഇതുവരെയൊക്കെ നമ്മൾ വെറുതെ നടക്കുന്നതൊക്കെ കാര്യം സാധിക്കുന്നുണ്ട് വെറുതെ. അപ്പം എങ്ങനെ എന്നാൽ അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഒരു ചെറിയ ഡൗണായി വരും. ഇത് ആണ് അച്ഛൻ ആദ്യം പറഞ്ഞ പരീക്ഷണമെന്ന് പറയണത്. കാര്യം ചില പ്രാർത്ഥനയ്ക്ക് അതായത് രണ്ടുപേർക്കും നിങ്ങൾ രണ്ടുപേരും ഒരു സ്കൂളിലായിരിക്കത്തില്ല പഠിക്കണത്, പല സ്കൂളിലാണ്. കർത്താവിൻ്റെ സ്കൂളിലാണ് നിങ്ങൾ പഠിക്കണത്. അനിയത്തി ലോകത്തിൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ആളായിരിക്കും. 2 സിലബസാണ്. അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകണം. നിങ്ങളുടെ നാത്തൂന് വേറെ സ്കൂളിൽ പഠിക്കുന്ന പക്ഷിയാണ്. ലോകത്തിൻ്റെ സ്കൂളുണ്ട്, പിന്നെ പിശാചിൻ്റെ സ്വന്തം സ്കൂളുണ്ട്, പിശാച് മാത്രം നടക്കുന്ന സ്കൂളുണ്ട്. അഡ്മിഷൻ കിട്ടാൻ വലിയ പാടാണ്. ദൈവത്തിൻ്റെ സ്കൂളുണ്ട്. ഈ 3 സ്കൂളിലാണ് ഉള്ളത്. പിശാച് നടത്തുന്ന സ്കൂളുണ്ട്, ലോകത്തിൻ്റെ അരുവി നടത്തുന്ന സ്കൂളുണ്ട്, പിന്നെ ദൈവത്തിൻ്റെ സ്കൂളുണ്ട്. ദൈവത്തിൻ്റെ സ്കൂൾ എന്നൊക്കെ പറയുമ്പോൾ സിലബസ് കട്ടിയാണ്, മാർക്ക് പിശുക്കുക. സിലബസ് കട്ടിയാണ്, മാർക്ക് പിശുക്കുക. അതുകൊണ്ട് ചില വിഷയത്തിന് കുറേ സമയമെടുക്കും.
പക്ഷേ ബുദ്ധിയും ബോധമുള്ളവർ ലാഗ് ചെയ്ത് കർത്താവിൻ്റെ വാക്ക് കേട്ട് നിൽക്കും. ഇപ്പം തന്നെ ഉദാഹരണത്തിന് നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി സ്കൂളാണ് പഠിക്കണമെന്ന്. ഒരു വിഷയം അതായത് ഭഗ്നാശരാകാതെ നിരന്തരം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത വ്യക്തമാക്കാൻ അവൻ അവരോടൊരു ഉപമ പറഞ്ഞു. അല്ലേ, എന്താ പറഞ്ഞത്? ദൈവത്തെ ഭയപ്പെടാത്ത, മനുഷ്യനെ മാനിക്കാത്ത ഒരു ന്യായാധിപൻ ഉണ്ടായിരുന്നു. ഒരു സാധുവിധ വന്ന് എപ്പോഴും സങ്കടം പറഞ്ഞു, യജമാനനെ എൻ്റെ വീട് കയറി ആക്രമിക്കുന്നു, എൻ്റെ സ്വത്ത് വക കൊള്ള ചെയ്യുന്നു, എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല, നീ ഇടപെടണമേ എന്ന്. അപ്പോൾ ഈ യജമാനൻ എന്താണ് ചിന്തിച്ചത്? യജമാനൻ അവളെ ഗവനിച്ചില്ല എന്നാണ് പറയണത്. വചനം എന്താ? 18:4, ലൂക്കായുടെ സുവിശേഷം 18:4 എന്താ പറയണത്? യജമാനൻ അവനെ ഗവനിച്ചില്ല. എന്തിനെക്കുറിച്ച് പറയുമ്പോഴാണ് ഗവനിച്ചില്ലെന്ന് പറയണത്? പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോഴാണ് ഗവനിച്ചില്ലെന്ന് പറയണത്. മനസ്സിലായോ? വേറെ വിഷയമൊന്നുമല്ലേ. പ്രാർത്ഥന എന്ന സബ്ജക്റ്റ് ഡീൽ ചെയ്യുമ്പോഴാണ് ഗവനിച്ചില്ല എന്നുള്ള പ്രതികരണം വരണത്. പ്രാർത്ഥന ഗവനിച്ചില്ലെന്ന്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? പ്രാർത്ഥനയിലുള്ളവർ ശ്രദ്ധിക്കണം. പ്രാർത്ഥനയ്ക്ക് ചില സമയത്ത് ഗവനിക്കാത്ത ഒരു കാലഘട്ടം ഉണ്ടാകും. ആ കാലഘട്ടത്തിലാണ് നമ്മൾ പ്രത്യാശയോടെ നമ്മൾ മൂവ് ചെയ്യണത്. മനസ്സിലായി? അതാണ് അച്ഛൻ ഈ പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ ഒരു പണിയും നടക്കത്തില്ല. പരിശുദ്ധാത്മാവ് പറയും, മോളെ വെയിറ്റ് ചെയ്യും, കർത്താവിൻ്റെ പദ്ധതിയുണ്ട്, കർത്താവ് അത് ഇതിനു വേണ്ടി സത്യസമയത്ത് നല്ല സമയത്ത് തീരുമാനം എടുത്തോളും, നീ വിഷമിക്കേണ്ട, നിരാശപ്പെടേണ്ടെന്ന് പറയും. കാര്യം എന്താണെന്നറിയാവോ? നമ്മൾ പ്രേയറിൽ ഒരു വിഷയം വെക്കുകയും നമ്മൾ നിരാശപ്പെടുകയും ചെയ്താൽ പ്രത്യാശ പോയെന്നല്ല എൻ്റെ അർത്ഥം. ആണോ? പ്രത്യാശ പോണത്, ക്രിസ്ത്യാനി പ്രത്യേകം ശ്രദ്ധിക്കണം, നീ വെച്ച വിഷയത്തിലല്ല പ്രത്യാശ. ഇപ്പം നിങ്ങളുടെ മക്കളില്ല, അല്ല മക്കളുണ്ട്, അല്ലെങ്കിൽ വീടുണ്ട്, നീ ഒരു വിഷയം പ്രാർത്ഥനയ്ക്ക് വെച്ചു, അപ്പം അത് നടന്നില്ല, അപ്പോഴേ നിനക്കെന്ത് പറ്റും? നീ പ്രത്യാശ നഷ്ടപ്പെട്ടു. അപ്പോഴേ എന്താ കുഴപ്പം പറയണമെന്നറിയാവോ? നീ വെച്ച വിഷയമുണ്ടല്ലോ, ആ വീടിൻ്റെ കാര്യത്തിലല്ല പ്രത്യാശ പോയത്. അതാണ് കുഴപ്പം. ദൈവത്തിലാണ് പ്രത്യാശ പോയിരിക്കുന്നത്. നമുക്ക് വീടിൻ്റെ കാര്യത്തിൽ മാത്രം പ്രത്യാശ പോകാൻ പറ്റത്തില്ല. നിൻ്റെ കല്യാണം താമസിച്ചു, അല്ലെ മനസ്സമ്മതം നടന്ന കല്യാണം പോലും നിങ്ങളുടെ മൊബൈൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി ഭയങ്കര ലൈനടിയും കാര്യമൊക്കെ ഇരുന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കല്യാണം പോയി. അപ്പം അത് പോകാതിരിക്കാനാണ് അമ്മ നല്ലപ്പം പറഞ്ഞത്, മോളെ വല്ല ഫോൺ നമ്പറാ വല്ല ഉണ്ടെങ്കിൽ മേടിച്ച് വെച്ചോ കൊള്ളാന്ന്. എന്നിട്ട് ഇതിങ്ങ വിളിച്ചോളൂല്ല. പിന്നെ പ്രശ്നം കൊണ്ട് പിന്നെ വിളിച്ച് പിന്നെ പറ്റാതെ വരുമ്പോൾ ചിലപ്പോൾ സീതനം കുറച്ച് കിട്ടുമല്ലോ. അങ്ങനെയൊക്കെ അമ്മ ഭയങ്കര കളിയല്ലേ. അപ്പം അങ്ങനെ നീ മൊബൈൽ മേടിച്ചോളാൻ മതി. നിങ്ങൾ ചുറ്റി കുത്തിയിരുന്ന് അച്ഛനെ വിളിക്കുകയാണ്, ഒരു സുപ്രഭാത കല്യാണം പോയി സംഭവിക്കാം. അപ്പോൾ നമ്മളോർക്കും, ദൈവമേ ഇത്രയും ഇങ്ങനെ ആശിച്ച് മോഹിച്ച് വന്ന കല്യാണമാണല്ലോ തരികട, ഇനി കല്യാണത്തിന് പ്രാർത്ഥി. അപ്പോൾ ഇവള് വന്നു വെച്ചു, അമ്മയുടെ കിടന്നത്, ഇനി ഞാൻ ഒരു ചെറുക്കന്മാരുടെ മുമ്പിലും പോയി നിൽക്കത്തില്ല, എന്നെ എങ്ങാനും വിളിക്കരുത്, അപ്പോൾ എൻ്റെ അസൽ രൂപം നിങ്ങൾ കാണും കേട്ടോ എന്ന് മകൾ പറയും. എന്തിനാണ്? അമ്മ ഇങ്ങോട്ട് കയറി 2 കാച്ച് എടി അസത്തെ, നിന്നെ ഒരു പട്ടിക്കും വേണ്ടല്ലാടെന്ന് അമ്മ ഇങ്ങോട്ട് പറയും. കാര്യം അമ്മയുടെ കയ്യിൽ നിന്ന് കല്യാണം നടക്കണില്ല എന്നുള്ള സങ്കടം വരാനാണ്. അത് ഇങ്ങോട്ട് കേൾക്കാതിരിക്കാൻ വേണ്ടി ഇവൾ അങ്ങോട്ട് മുൻകൂർ ജാമ്യം എടുക്കും. ഇനി ഒരു പട്ടിയുടെ മുമ്പിൽ ഞാൻ പോയി നിൽക്കത്തില്ല. എൻ്റെ മക്കളെ ഇങ്ങനെയൊക്കെ വിചാരിച്ച് സങ്കടപ്പെടരുത് നിങ്ങൾ. ഇത് ജീവിതത്തിൻ്റെ ഓരോ ഭാഗങ്ങളാണ്. നമ്മൾ ദൈവം തോൽപ്പിക്കുമ്പോൾ മാത്രമേ നമ്മൾ തോക്കത്തുള്ളൂ. ആർക്കും നമ്മൾ തോൽപ്പിക്കാൻ പറ്റത്തില്ല. ബുദ്ധിയും ബോധമുള്ളവൻ ആ സമയത്ത് വിശ്വാസം പ്രഖ്യാപിക്കും. ആ സമയത്തുള്ള വിശ്വാസത്തിനൊക്കെ നല്ല വിലയാണ്. വിശ്വാസം പ്രഖ്യാപിക്കാൻ ഒരു ചാൻസ് കാണാത്തപ്പോഴും നമ്മൾ ഏകപക്ഷീയമായി, ദൈവമേ ഞാൻ കെട്ടാണ്ട് നിന്നാലും ശരി, എൻ്റെ കർത്താവേ നിന്നെ വിട്ടൊരു കളിയില്ല, നിന്റെ തീരുമാനം നടക്കണം. ശ്രുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. അപ്പോൾ ഇപ്പോൾ ഈശോ എന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ചില പ്രാർത്ഥനയ്ക്ക് ചില ലാഗിങ് വരുമെന്നല്ലേ, ഇത്തിരി കാലതാമസം വരും. കാലതാമസത്തിൽ പിടിച്ചു നിൽക്കുന്നവരാണ് ക്രിസ്ത്യാനി എന്ന് വെച്ചാൽ ഇവിടെയുള്ള അക്രൈസ്തവ സഹോദരങ്ങളെ
അക്രൈസ്തവർ എന്ന് വിളിക്കുകയല്ല. ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ന്യായസ്ഥാനം മുങ്ങിയ മാത്രം ആൾക്കാരല്ല. ആരാ? യേശുവിനെ നാഥനും രക്ഷകനുമായ ഹൃദയത്തിൽ സൂക്ഷിക്കണവരൊക്കെ ക്രിസ്ത്യാനിയാണ്. ബൈബിൾ ജോസഫച്ചൻ പറയുമ്പോൾ എപ്പോഴും അങ്ങനെ പറയത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ വിചാരിക്കരുത് ഇത് ന്യായസ്ഥാനം മുങ്ങിയ ആൾക്കാർ മുങ്ങാത്ത ആൾക്കാർ ഇവിടെ പറയണമെന്നില്ല. നിൻ്റെ നാഥനെ യേശുവായിട്ട് നീ സ്വീകരിച്ചാൽ നീ ക്രിസ്ത്യാനിയാണ്. വേറെ കാര്യമൊന്നുമില്ല അതിനകത്ത്. എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് ചില സമയത്ത് ഇത്തിരി ലാഗിങ് ചില കാര്യത്തിനുണ്ടാകും. ഇപ്പം ആ പിശാച് ബാധിച്ച ചേടത്തിയില്ലേ, ചേടത്തിയല്ല ചേടത്തിയുടെ മകള് ഇല്ലേ, ചിലക്ക് എന്നെ കണ്ണു പിടിച്ച് ബാധിക്കണം കർത്താവ്. അങ്ങനെ ഇത് ഇവിടെ പിശാച് ബാധിച്ച ചേടത്തിയുടെ മകള് ആണ് പിശാച് ബാധിച്ചത്. അപ്പോൾ ചേടത്തി വന്ന് ഈശോയോട് പറയും, കർത്താവേ ആകപ്പാടെ ഒരു കൂട്ടുണ്ടായിരുന്ന എൻ്റെ മകളാണ്, അവളാണ് പിശാച് ബാധിതയുമാണ്, എന്നെ കിടത്തി പൊറപ്പിക്കത്തില്ല, എപ്പോഴും ശല്യമാണ്, ഉറങ്ങാൻ പോലും സമ്മതിക്കത്തില്ല, ആ വീട്ടിൽ ചെല്ലാൻ പറ്റത്തില്ല, എനിക്കിനി എന്ത് ചെയ്യണം, ഇവളെ കൊണ്ട് കളയാനും പറ്റത്തില്ല, വീട്ടിൽ നിർത്താനും പറ്റത്തില്ല, എൻ്റെ ജീവിതം ആകപ്പാടെ പോയി എന്ന്. ഞാൻ തീർന്ന് മടുത്തെന്നൊക്കെ പറഞ്ഞ് ഇവൾ തകർന്ന് തരിപ്പണമായിട്ട് ഈശോൻ്റെ അടുത്ത് വരും. ഇത്രയും തകർന്ന് തരിപ്പണമായിട്ട് വന്നാൽ ഇവളെ മൈൻഡ് ചെയ്യത്തില്ല. ഇവളിത്രയും തകർന്ന് തരിപ്പണമായിട്ട് വരത്തില്ലേ, മൈൻഡ് ചെയ്യത്തില്ല. അപ്പോഴും നമുക്ക് അവർ വന്ന് പത്രോസിനോട് പറയും, ഞാൻ നിങ്ങളുടെ സമുദായമല്ല, എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല, എന്നെ അത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എന്നെ മൈൻഡ് ചെയ്യാത്തത്, ഒന്ന് പറയാം എന്ന് പത്രോസിനോട് പറയും. പത്രോസിനോട് മധ്യസ്ഥ പ്രാർത്ഥനയും കൊണ്ടുവരും. പുണ്യാളന്മാരുടെ മധ്യസ്ഥ പ്രാർത്ഥനയില്ലേ, പത്രോസാണ് തുടങ്ങി വെച്ചത്. പത്രോസ് പറയും, ഒന്നും പറയാം, അവർ ഒന്നുമില്ല. പത്രോസ് പറയണത് വേറൊരു ഐഡിയയിലാണ് പറയണത്. എന്താണ്? കർത്താവിൻ്റെ മാനുഷിക വശം കണക്കിലെടുത്ത് പറയണം, ഇവളിങ്ങനെ പുറകെ നടന്നാൽ നമുക്ക് തലവേദനയാണ്, നമുക്ക് സമാധാനം പോകും, സമാധാനമെങ്കിലും ഉണ്ടാകാൻ എന്തെങ്കിലും പറഞ്ഞതിനെ പറഞ്ഞു വിടാൻ പറയും. അപ്പോൾ പത്രോസ് ഉദ്ദേശിക്കുന്നത് അങ്ങനെയെങ്കിലും അവൾക്ക് എന്തെങ്കിലും ഒരു സമാധാനം കിട്ടട്ടെന്നാണ് പത്രോസ് പറഞ്ഞത്. അപ്പോൾ ഉടനെ കർത്താവ് പറയും, മക്കളുടെ അപ്പം എടുത്ത പട്ടികൾ കൊടുക്കത്തില്ലെന്ന് പറയും. അതോടുകൂടി യൂദാസ് മറ്റേ യാക്കോബൊക്കെ തലേ കൈ വെക്കും, വല്ല കാര്യമുണ്ട് അവളെ പട്ടിന്ന് വിളിപ്പിക്കാൻ. നിങ്ങൾക്ക് ഇതിൻ്റെ ഇടപെട്ട കണ്ടിട്ട് നിങ്ങൾ ഇടപെട്ട് കുളവാക്കിയില്ല, സംഭവം ചളവാക്കിയില്ല എന്ന് പറയും. അപ്പോൾ പത്രോസിൻ്റെ മുഖം വിവരണമായിട്ട് മഞ്ഞ നിറവാകും, പറഞ്ഞത് അബദ്ധമായില്ല എന്ന്. അപ്പോൾ അവിടെയും കൊണ്ട് ഈ പരിപാടി നടക്കത്തില്ലെന്ന് മനസ്സിലായപ്പോൾ ഇത് പ്രയർ റിജക്ഷൻ തന്നെ കണ്ട, പ്രാർത്ഥനയുടെ ഉത്തരങ്ങൾ തട്ടിത്തട്ടി പുണകണ്ട. സെക്കൻഡ് ഫേസിൽ വന്നപ്പോൾ അവൾ പക്ഷെ പെർസിസ്റ്റ് ചെയ്യും. ഗവനിക്കാത്ത സമയത്ത് അവൾ തിരിച്ച് ആരും കാണിക്കാത്ത ഒരു റെസ്പോണ്ടിങ് വരും. അവൾ നേരെ കർത്താവിൻ്റെ മുമ്പിൽ വരും. അപ്പോൾ നമ്മളോർക്കും കർത്താവിന് തെറി പറയാൻ വേണ്ടി വരികയിരിക്കുന്നു, നിങ്ങളുടെ മണ്ണാൻ കണ്ട ഒരു സുഖം വേണ്ട, എൻ്റെ കൊച്ചു ചത്തുപോലും ശരി, ഇവിടെ നിന് സഹായമൊന്നും വേണ്ടെന്ന് പറയാൻ വേണ്ടിയായിരിക്കും വന്നെന്ന് പറയും. പക്ഷെ അവൾ വിഷയം മാറ്റി. അവൾ പറഞ്ഞു, കർത്താവേ നീ പറഞ്ഞത് ശരിയാ, ഞാൻ പട്ടിയാ എനിക്കറിയാം, പക്ഷേ ഈശോ പട്ടികൾ പോലും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന കഴിക്കണില്ല. കർത്താവ് പറഞ്ഞു, ഫെയ്ത്ത് ഈസ് ഗ്രേറ്റ്. പിന്നൊരു വാക്ക് പറയും, നീ ആഗ്രഹിച്ചത് പോലെ നടക്കട്ടെ എന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കൈയിടിച്ച് കർത്താവ് ഹല്ലേലൂയ 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 പ്രൈസ് ദി ലോർഡ്. ഇത് 15:28 മത്തായിയുടെ സുവിശേഷം 15, ലൂക്ക 28. എന്താ പ്രശ്നം എന്നറിയാവോ? ഇവിടെ ഒരു ഗവനിക്കാത്ത ഭാഗമുണ്ട് അല്ലേ? പ്രാർത്ഥന ഗവനിക്കണില്ല. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഗവനിക്കണില്ല, സെക്കൻഡ് സ്റ്റെപ്പിൽ ഗവനിക്കണില്ല, തേർഡ് സ്റ്റെപ്പിൽ പട്ടിയെന്ന് വിളിക്കുകയും ചെയ്യും, അപമാനിക്കപ്പെടും. പ്രാർത്ഥനയുടെ 3-ാം സ്റ്റെപ്പിൽ നീ അപമാനിക്കപ്പെടുമ്പോൾ ഓർക്കുക, ബുദ്ധിയും ബോധം ഉണ്ടെങ്കിൽ ഓർക്കുക, അനുഗ്രഹം അടുത്തായിട്ടുണ്ടെന്ന്. പ്രാർത്ഥനയുടെ 3-ാം സ്റ്റെപ്പുണ്ട്. ആദ്യം ഈശോയോട് നേരിട്ട് അവൾ പറഞ്ഞു, രണ്ടാമത് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു, മൂന്നാമത് മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയപ്പോൾ അതിനേക്കാൾ മോശമായ പ്രതികരണം വന്നിട്ട് അവളെ പട്ടിയെന്ന് വിളിച്ച് ആക്ഷേപം ഉണ്ടായി, അപമാനം ഉണ്ടായി. എൻ്റെ ദൈവവേദന, കർത്താവിൻ്റെ നാമത്തിൽ കർത്താവിനെ ആശ്രയിച്ചിട്ടും നിനക്ക് അപമാനമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നീ രക്ഷപ്പെടും. എപ്പോൾ രക്ഷപ്പെടുമെന്ന് അറിയാവുക? കർത്താവിനെ ആശ്രയിച്ചിട്ടും മറ്റുള്ളവരുടെ മുമ്പിൽ നീ കൊച്ചാകുകയോ അവർ നിന്നെ അപമാനിക്കുകയോ ഈ പ്രാർത്ഥിച്ചിട്ട് ഉപവസിച്ചിട്ട് എന്നാത്തൊരു കാര്യമാണ്. പാപികളാണ് പള്ളിയിൽ പോയി കുത്തിയിരിക്കണത്, ഞങ്ങൾക്കൊരു പാപമില്ലെന്ന് പറഞ്ഞ് നിന്നെ ആക്ഷേപിക്കുന്ന ആൾക്കാരല്ലേ. ഏതെങ്കിലും വിധത്തിൽ കർത്താവിൻ്റെ നാമത്തിൽ കർത്താവിനെ ആശ്രയിച്ചിട്ട് എൻ്റെ മക്കൾ ആക്ഷേപിക്കപ്പെട്ട ഓർക്കുക, അനുഗ്രഹം പടിവാതിക്കൽ എത്തിയിരിക്കുന്നു. കൈ അടിച്ച് കർത്താവ്. ഈ ലൂക്കാൻ്റെ സുവിശേഷത്തിലേക്ക് 12-ാം അധ്യായമാണ്, 51 സംതിങ്. അതായത്
12:34. അതായത് ദൈവ തിരുസന്നിധി സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി തന്നെ സമ്പത്ത് ശേഖരിക്കുന്നവൻ്റെ സ്ഥിതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താ പറയണത്? ദൈവ തിരുസന്നിധിയിൽ ഒന്ന് പറഞ്ഞേ, ദൈവ തിരുസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി തന്നെ സമ്പത്ത് ശേഖരിക്കുന്നവൻ്റെ സ്ഥിതി. അപ്പൊ ഈ വചനം കേൾക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും? ഇങ്ങനെ ഒരു സംഭവമുണ്ട്. എന്താണ്? ദൈവ തിരുസന്നിധി നമുക്ക് സമ്പന്നരാകാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവ തിരുസന്നിധി നമുക്ക് സമ്പന്നരാകാം. ഈ ദൈവ തിരുസന്നിധി സമ്പന്നരാകണം എങ്ങനെയാണ് എൻ്റെ മക്കളെ? വിശ്വാസം, പ്രത്യാശ, ദൈവസ്നേഹം എന്നിവയാ പ്രാർത്ഥനയിൽ നീ പുരോഗമിക്കുമ്പോഴേ ചില വിഷയങ്ങൾ നിൻ്റെ സമയത്ത് നടക്കാൻ, നീ ദൈവത്തിന് സമയം കുറിച്ച് കൊടുത്തിരിക്കണല്ലേ, നിൻ്റെ സമയത്ത് നടക്കാൻ പറ്റാതിരിക്കുന്ന സംഭവം. ഇപ്പോൾ ഉടമ്പടി എങ്ങനെയാണ് വർക്ക് ചെയ്യണത്? ഉടമ്പടി ആരുടെ സമയത്താണ് നടക്കണത്? അമ്മയുടെ സമയത്താണ് നടക്കണത്. ഇതിന് ഒരു ദോഷവുമുണ്ട് ശരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 18-ാം പട്ട പോലെ ഒരു പരിപാടിയാണിത്. സാധാരണ തെങ്ങ് കായ്ക്കണമെങ്കിൽ 12 വർഷം. ഇതിപ്പോൾ എന്ന് വെച്ചാൽ 18 പട്ട കഴിയുമ്പോൾ സംഭവം കേൾക്കും. ഇപ്പം ഇന്നലെ പറഞ്ഞു കേട്ടില്ലേ, അത്രയും സ്പീഡാണ്. എന്തിൻ്റെ പേരിലാണ് നമുക്ക് സ്പീഡ് ഉണ്ടാകുന്നത്? അത് വർഷങ്ങളായിട്ട് തേഞ്ഞു മാഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ഉടമ്പടി ചെയ്യുമ്പോൾ പെട്ടെന്ന് തെളിയുകയാണ്. അന്ന് തന്നെ ഇന്നലെ ഉടമ്പടി ചെയ്ത് ഇന്ന് സാക്ഷ്യം പറഞ്ഞ കണ്ടീഷനിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അമ്മ എന്നോട് അന്നും അങ്ങനെയാണ് പറഞ്ഞത്, ഉടമ്പടി പ്രാർത്ഥന ഉടനടി പരിഹാരം എന്ന് പറഞ്ഞത്. ഇപ്പം പറഞ്ഞതല്ല, അന്ന് തന്നെ പച്ചന്മാരെല്ലാവരും എന്നെ പറഞ്ഞു, ഇത് ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടിയാണെന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അത് പറ്റിക്കേണ്ട കാര്യമൊന്നുമില്ല. 2015 മുതലുള്ള കൃപാസനം പത്രം വായിച്ചാൽ മതി എന്ന് പറയും. കൃപാസനം 2015 തുടങ്ങിയാലല്ലോ, കൃപാസനം 1992 മുതലുണ്ട്. 92 മുതലുള്ള പ്രാർത്ഥനയാണ്. അമ്മ ഉടമ്പടി തന്നപ്പോൾ എന്താ സംഭവിച്ചത്? പണ്ട് 3 കൊല്ലം 4 കൊല്ലമൊക്കെ അടങ്ങണ കാര്യങ്ങളാണ് ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ചു മാറുന്നത്. പക്ഷേ ഇതിനൊരു ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതാണ് ഇപ്പോൾ ഈശോ പറഞ്ഞത്. എന്താ പ്രശ്നം? എൻ്റെ മക്കളെ, ചില കാര്യങ്ങൾ, ഒരു 20% കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലാഗ് ചെയ്യുമെന്നല്ല, ചെയ്യണം. മനസ്സിലായോ? എന്തിനാണ് ഇങ്ങനെ താമസിക്കേണ്ടത്? ആ കാലങ്ങളിൽ നമ്മൾ കൈവരിക്കണ ഒരു നിലപാടുണ്ട്, അത് കൗണ്ട് ചെയ്യപ്പെടും. അത് പ്രത്യാശയോടെയാണ് നീ അതിനെ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അതെല്ലാം പോസിറ്റീവ് കൗണ്ടായിട്ട് വരും. അത് നിരാശയോടെയാണ് നീ സ്വീകരിച്ച് പ്രാർത്ഥനയും മുടക്കി. ഇപ്പോൾ ഒരു ചെടുത്തി പറഞ്ഞില്ലേ, ഞാൻ പ്രാർത്ഥനയൊക്കെ മുടക്കിപ്പോയെന്നൊക്കെ പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞില്ലേ ഇല്ലേ? ഞാൻ പ്രാർത്ഥനയൊക്കെ മുടക്കിപ്പോയെന്ന്. അതൊക്കെ നെഗറ്റീവാണ് സംഭവം. അവരിപ്പോൾ സാക്ഷ്യം പറഞ്ഞു, പക്ഷെ പണിയാണത്. അതായത് എവിടെയെങ്കിലും പ്രാർത്ഥനയ്ക്ക് ഒരു ക്യാഷ് ആൻഡ് കൈൻഡ് ഭൗതികമായിട്ട് ഫിസിക്കലായിട്ടുള്ള ഒരു ഫേവർ വരണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പ്രാർത്ഥന മുടക്കുകയാണെങ്കിൽ, പ്രാർത്ഥന മുടക്കി നിങ്ങൾക്ക് കാരണങ്ങൾ പലതും ഉണ്ടാകാം. ഞാനൊരു കാരണം മാത്രമേ പ്രാർത്ഥന മുടക്കാൻ നിവർത്തിയില്ലെങ്കിൽ പറഞ്ഞിട്ടുള്ളൂ, അപ്പം മരിക്കണം. വേറെ ഒന്നിനും പ്രാർത്ഥന മുടക്കാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ അമ്മമാരോർക്ക് അപ്പം ഞങ്ങൾ മരിച്ച കുഴപ്പമൊന്നുമില്ല, നിങ്ങളെ ഉൾപ്പെടെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പനും അമ്മയും മരിച്ച ദിവസം നിവർത്തിയില്ലെങ്കിൽ ഉടമ്പടി പ്രാർത്ഥന മുടക്കുക, പിന്നെ മുടക്കാൻ പറ്റത്തില്ല. കാര്യം നമ്മൾ ഇപ്പോൾ ഒരു ചേച്ചി ഇവിടെ വന്ന് എന്തറിയാവോ, ഒരു ചേച്ചീൻ്റെ മകനെയും കൊണ്ടുവന്ന്, ഇപ്പം ഞാൻ പറഞ്ഞ് നിങ്ങളുടെ ഉടമ്പടി പൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞ് ഉടനെ എന്നോട് അവരെന്താ പറഞ്ഞെന്നറിയാവോ? അച്ഛാ, ഉടമ്പടി പൂർത്തിയായിട്ടില്ല. 3 ഉടമ്പടിയുടെ കാര്യമല്ലേ പറയണത്. എൻ്റെ അമ്മ മരിച്ചിട്ട് ഞാൻ നാട്ടിൽ വന്നിരിക്കുക. ഞാൻ നെടുമ്പാശ്ശേരി വന്നിട്ട് ഇറങ്ങിയിട്ട് ആദ്യം ചെയ്തത് നീലത്തിരികത്തിൽ പ്രാർത്ഥിക്കുക, എന്നിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞു. ശ്രുതി പറഞ്ഞു. അമ്മ മരിച്ചിട്ട്, കൈനകരിക്കാരുതിയാ, അമ്മ മരിച്ചിട്ട് അവർ ശവമടക്കിന് വേണ്ടി വന്ന് ഇറങ്ങിയതാണ്. ഇവിടുന്ന് ചെയ്തുകൊണ്ടാണ് പോയത് ഉടമ്പടി. പക്ഷേ നെടുമ്പാശ്ശേരി വന്ന് ഇറങ്ങിയിട്ട് അവരാദ്യം തിരികെത്തിച്ചിട്ട് പ്രെയർ ചെയ്താൽ പുറത്തിറങ്ങിയെന്ന്, വീട്ടിൽ വന്നാൽ പ്രാർത്ഥിക്കാൻ പറ്റുകയെന്ന്. അതാണ് ഉടമ്പടി വിശ്വസ്തത. ഉടമ്പടി വിശ്വസ്തതയാണ് സാധനം. അപ്പം നമ്മൾ വിശ്വസ്തരാണെന്ന് ദൈവം കണ്ടാൽ നമ്മൾ സേഫായി. പിന്നെ നമുക്ക് പ്രശ്നമില്ല. നമ്മുടെ കോർട്ടിൽ നിന്ന് ബോൾ പോയി. നിങ്ങളെ വിശ്വസ്തരല്ലാത്ത സമയത്ത് ബോൾ നിങ്ങളുടെ കോർട്ടിൽ കിടന്ന് കളിക്കാവുള്ളൂ. ഈ സാധനം തട്ടിക്കളണം. നമ്മൾ ചെയ്യാനുള്ള ചെയ്യും. നമ്മൾ അതിൻ്റെ അകത്ത് ബാക്കി ഒന്നും ഇങ്ങോട്ട് പ്രതീക്ഷിക്കണില്ല. കർത്താവിന് ഇഷ്ടമുള്ള സമയത്ത് കർത്താവ് ചെയ്യും. ഉടമ്പടിക്കൊരു സമയമുണ്ട്, അത് സമയത്തിൻ്റെ പ്രാർത്ഥനയാണ്. കാര്യം അമ്മയാണ് അതിൻ്റെ ഡൈനാമിക്സും ചെയ്യണ കാര്യങ്ങൾ. അപ്പോൾ ഒരു കാര്യം നിനക്ക് എപ്പോഴാണ് വേണ്ടതെന്ന് അമ്മയ്ക്കറിയാം.
അപ്പം അമ്മ അത് ആ വിഷയം ചെയ്തിരിക്കും, ഒരു സംശയമില്ല കാര്യത്തിൽ. കാരണം സമയമായില്ല എന്ന് പറഞ്ഞ ഒരു വിഷയമുണ്ട്. സമയമായില്ല. മനുഷ്യനുണ്ടായിരുന്ന കാലം മുതൽ ഇന്ന് വരെ ഒരു പ്രശ്നമാണ് കാനായിൽ കൈകാര്യം ചെയ്യണത്. മനുഷ്യനുണ്ടായിരുന്ന കാലം മുതൽ ഇന്ന് വരെ പല കാര്യങ്ങൾക്കും സമയമായില്ല എന്ന് പറഞ്ഞ് ദൈവം ആ കാര്യം നീക്കിക്കൊള്ളുകയും മനുഷ്യൻ അത്രയും വളരാത്തതിൻ്റെ പേരിൽ ദൈവത്തിൻ്റെ മനസ്സിൻ്റെ സമയം വരെ കാത്തിരിക്കാൻ നിവൃത്തിയില്ലാത്തതിൻ്റെ പേരിൽ മനുഷ്യൻ വിശ്വാസം നഷ്ടപ്പെടുകയും അവൻ്റെ ജീവിത രീതിയിലേക്ക് അവൻ തിരിച്ചു പോവുകയും ചെയ്യുന്ന ഒരു ആധ്യാത്മികമായ ദുരന്തം ഇവിടെ ഉണ്ടായിരുന്നു. ആ ദുരന്തം കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒരു മനുഷ്യരാശിയുടെ പ്രതിനിധിയില്ലാതെ വന്നപ്പോഴാണ് ദൈവം അമ്മയെ പറഞ്ഞു വിട്ടത്, മേരി നീ തീരുമാനിക്കുക, മനുഷ്യരാശിയുടെ പ്രതിനിധി നീയാണ്. അപ്പോൾ മനുഷ്യൻ്റെ ഭൗതികമായ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വിഷമം വരികയും അവൻ നിരാശ, അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ ദൈവത്തിൻ്റെ സമയം വരെ കാത്തിരിക്കാനുള്ള പ്രത്യാശ അവനില്ലാതെ അവൻ മനസ്സിടറിപ്പോയാൽ, മേരി യു ക്യാൻ ഡിസൈഡ്. കാര്യം എന്താണ്? നീയാണ് മനുഷ്യരാശിക്ക് വേണ്ടി നിൻ്റെ ശരീരം, മനുഷ്യ പ്രകൃതി ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുത്തെങ്കിൽ ആ മനുഷ്യൻ്റെ ഭൗതികമായ സാഹചര്യത്തിൽ തീരുമാനമെടുക്കാൻ ഞാൻ നിനക്ക് അധികാരം തന്നു. നീ സമയം നിശ്ചയിച്ചാൽ അതായിരിക്കും ഇന്ന് ദൈവത്തിൻ്റെ സമയം. കൈ അടിച്ചു അത്ഭുതങ്ങൾ ചെയ്യുന്നവരെ, അടയാളങ്ങൾ പ്രവർത്തിക്കുന്നവരെ അങ്ങയുടെ തിരുമുന്നിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തീരാവ്യാധികള്, ക്യാൻസർ രോഗങ്ങള്, തൈറോയ്ഡ് രോഗങ്ങള്, പഴകിയ രോഗങ്ങള്, ദുരന്തങ്ങള്, വിഷയങ്ങള് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മക്കളെ, അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം. അച്ഛന് ദർശനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളിലേക്കും ആരാധനയോടുകൂടി ഈശോ ആരാധനയെ പ്രവേശിക്കുന്ന സമയമാണ്. ഇപ്പോൾ തോളെല്ലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ കാണിച്ചു തരുന്നുണ്ട്. തോളെല്ല എന്ന് പറഞ്ഞാൽ രണ്ട് തോളിന് നീര് കെട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഭാരമെടുക്കാൻ പറ്റുന്നില്ല, കൈ വെക്കാൻ പറ്റണില്ല, ഒരു ഭാരം എടുക്കാനുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഭുജത്തെ, അതായത് അച്ഛനെ കാണിക്കുന്ന ഈ ഭാഗം, കഴുത്തിന് രണ്ട് വശത്തുമുള്ള തോളലുകളും അതിൻ്റെ പേശികളും അസ്ഥികളും, അവിടെ രോഗമുള്ളവരെ കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ. ഇപ്പോൾ കമ്പോളങ്ങൾ അടഞ്ഞു കിടക്കുന്ന കടകളെ കാണിക്കുന്നുണ്ട്. അടഞ്ഞു കിടക്കുന്ന ഇടതെ കണ്ണ് കാണിക്കുന്നുണ്ട്. രണ്ടും രണ്ട് വിഷയമാണെങ്കിലും രണ്ടും കാണിക്കുന്ന കാര്യങ്ങളാണ്. ഒന്ന്, അടഞ്ഞു കിടക്കുന്ന ഇടത്തെ കണ്ണിൽ തുറക്കാൻ പറ്റുന്നില്ല, കണ്ണിൻ്റെ പോളൊക്കെ നീര് വെച്ചിരിക്കുന്നു, അധികം തുറക്കാൻ പറ്റത്തില്ല, ചെറുതായിട്ട് തുറക്കാൻ പറ്റത്തുള്ളൂ. ആ കണ്ണിനെ കർത്താവ് സ്പർശിച്ച്, അത് വീട്ടിലാകാം ഇവിടെയാകാം, കർത്താവ് ആ വ്യക്തിയെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. അടഞ്ഞു കിടക്കുന്ന കടയെ കാണിക്കുന്നുണ്ട്. കട, അതായത് കട നിന്ന് പോയതാകാം, കച്ചവടം കുറഞ്ഞു പോയതാകാം, അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വരുമാനം മുട്ടിയിരിക്കുന്നു. ഇപ്പോഴും വരുമാനം മുട്ടിപ്പോയ എല്ലാ മാർഗങ്ങളും, ജീവിത മാർഗങ്ങൾ, ഇപ്പോഴും നിങ്ങൾ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, കുഞ്ഞുങ്ങളെ പോറ്റാനുള്ള വരുമാന മാർഗങ്ങൾ, വ്യാപാരം, വ്യവസായം, മറ്റു ജോലികള്, ജോലി നഷ്ടപ്പെട്ടവര്, വരുമാനം നഷ്ടപ്പെട്ടവര്, കടകൾ നിന്ന് പോയവര്, കട ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവര്, യേശുക്രിസ്തു നാമത്തിൽ വരുമാന മാർഗങ്ങള് തുറന്ന് ലഭിക്കട്ടെ. വരുമാന മാർഗങ്ങളെ അങ്ങ് തുറന്നു കൊടുക്കണമേ. ജോലി സ്ഥിരം നൽകണമേ. തൊഴിൽ ലഘുതയെ ആശീർവദിക്കണമേ. സാമ്പത്തിക ദരിദ്രങ്ങൾ മാറ്റിക്കൊടുക്കണമേ. കുടുംബത്തിന്റെ ദാരിദ്ര്യം മാറ്റിക്കൊടുക്കണമേ. വരുമാനം വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, മക്കളെ, രണ്ട് സന്ദേശങ്ങളുണ്ട്. ഒരു പരസ്പര ബന്ധമില്ലാത്ത സന്ദേശങ്ങളാണ്. ഒരു സന്ദേശം എന്ന് പറയുന്നത് മിഖായേൽ മാലാഖ പടച്ചട്ട് അണഞ്ഞ് നിൽക്കുന്ന കുന്തം കയ്യിലേക്ക്, താഴെ പാമ്പാണ് പിശാചെന്ന് നമുക്കത് അറിയത്തില്ല, കാണിച്ചിട്ടില്ല. പക്ഷേ എന്താ വിഷയം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് കുടുംബത്തിലുണ്ടാകുന്ന പൈശാചികമായ ശക്തികളുടെ, ഇപ്പം ചില ആളുകൾക്ക് ചില വിശ്വാസം ഉണ്ടാകും. അപ്പോൾ അതനുസരിച്ച് അതുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചെന്ന് ധരിക്കുന്നവരും ഉണ്ടാകും. എനിവേ, പാമ്പായാലും പിശാചായാലും തിന്മയുടെ ശക്തിയായാലും ശത്രുദോഷമായാലും യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കപ്പെടുന്ന സ്തുതിയുടെ ഹല്ലേലൂയ. ശക്തികളുടെ മേൽ, പൈശാചിക ശക്തികളുടെ മേൽ കർത്താവേ ഇടപെടുന്നതിനെ ഓർത്ത് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ, തിന്മകളെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ദൂരീകരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ,
Praise the Lord. നേരത്തെ കിട്ടിയ ഒരു സന്ദേശമേ വ്യാഖ്യാനിക്കപ്പെട്ടുള്ളൂ. അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സന്ദേശം ഇതാണ്. ഹൈന്ദവയായ സഹോദരിയാണ് അവരെ കാണിക്കുന്നത്. പക്ഷെ അതിൻ്റെ കൂടെയുള്ള അവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ തല അച്ഛനെ കാണിക്കുന്ന ഭാഗത്ത് ഭയങ്കരമായ കുടിഞ്ഞു വേദനയാണ്. കുടിഞ്ഞു വേദന ഞാൻ മുരിച്ചതിന് കുത്തലെന്നൊക്കെ പറയത്തില്ല. അതായത് അത് തലക്ക് ഉണ്ടാകുന്ന മാറാത്ത കടുത്ത തലവേദന. അപ്പം അത് ഒരു ഐഡിയയാണ്, ഒരാളെ കാണിക്കണം, സാമ്പിള്. അതിൻ്റെ അർത്ഥം എന്താണ്? തലവേദനയുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ മേലെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടുന്നു, കർത്താവ് സുഖപ്പെടുത്തി കൊടുക്കുന്ന കെട്ടുകൾ പൊട്ടട്ടെ, എൻ്റെ കെട്ടുകൾ പൊട്ടട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, എൻ്റെ കെട്ടുകൾ പൊട്ടട്ടെ, കൈകൊട്ടിപ്പാടട്ടെ ഞാൻ ദൈവിക ഗീതങ്ങൾ, കൈകൊട്ടിപ്പാടട്ടെ ഞാൻ ദൈവിക ഗീതങ്ങൾ. രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ, ശക്തന്മാരാ ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. പരിശുദ്ധപരദൈവകാരണത്തിന് അതിൻ്റെ അടുത്തുണ്ടായ രണ്ട് സന്ദേശങ്ങളുണ്ട്. അതിൻ്റെ അടുത്ത സന്ദേശം വെച്ചാൽ ഒന്ന് ഗർഭപാത്രമാണ്. ഗർഭപാത്രം ഇങ്ങനെ തുറന്നിരിക്കുന്നതാണ്. അതായത് നമുക്കറിയാമല്ല, ചെറിയ ഗർഭപാത്രം അതിങ്ങനെ തുറന്നിരിക്കുന്നതാണ്. അപ്പോൾ ഗർഭപാത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ്. അതിനൊരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞുള്ള കേസാകാം, അല്ലെങ്കിൽ ഗർഭപാത്രത്തിൻ്റെ തകരാറ് കൊണ്ടായിരിക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാവാതിരിക്കുന്നത്. അങ്ങനെ ഗർഭപാത്രത്തെ ഈശോ സ്പർശിച്ചു കൊണ്ടിരിക്കണം. സുരിയുടെ ഹല്ലേലൂയ. ഇപ്പോൾ ഒരു കുഞ്ഞിനെ കാണിക്കുന്നുണ്ട്. ഈ കുഞ്ഞെന്ന് പറയുന്നത് അതിൻ്റെ വലത് കാല് ശോഷിച്ചിരിക്കുകയാണ്. പക്ഷേ കൃത്രിമ ചെരുപ്പാണ് ഉപയോഗിക്കേണ്ടത്. കൃത്രിമ ചെരുപ്പ് ഉപയോഗിച്ചാൽ മാത്രമേ അവന് നടക്കാൻ പറ്റത്തുള്ളൂ. അത് ഷൂസാണ്. പക്ഷേ അത് ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കേണ്ടി വരുമെന്നാണ് പറയണത്. പക്ഷേ ഇപ്പോഴീശോ ആ കുഞ്ഞിൻ്റെ വലത് കാലിനെ സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ട് ഹല്ലേലൂയ. നമ്മൾ കോളിഫ്ലവർ പോലെ എന്തോ ഒന്ന് കണ്ടിട്ടുണ്ട്. അത് ശരീരത്തിനകത്തുള്ള ഗ്രന്ഥികളോ എന്തോ ആകാം. ചിലപ്പോൾ സിസ്റ്റാകാം, ചില മാംസപിണ്ഡമാകാം. ശരീരത്തിൻ്റെ ഉള്ളിലുള്ളതാണ്, ഞരമ്പിൻ്റെ കൂടെ വളരുന്നതാണ്. കർത്താവിനെ അടർത്തി കളയുന്ന, നിഷ്ക്രിയമാക്കി കളയുന്ന. ക്യാൻസർ രോഗികളെ കർത്താവ് സുഖപ്പെടും. സാക്ഷ്യം പറയാൻ പറ്റുന്ന രീതിയിൽ ക്യാൻസർ രോഗികളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. സാമ്പത്തിക വറുതിയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ചില ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് തന്നെ സങ്കടം വരും. ഞാൻ ചോദിക്കത്തില്ല, എനിക്കറിയാം അത് സാമ്പത്തിക വിഷയത്തിലാണ് വല്ലാണ്ട് പൊരിഞ്ഞിരിക്കണമെന്നറിയാം. അപ്പോൾ ചിലർക്കൊരു നിർവാഹം ഉണ്ടാകത്തില്ല, കടം മേടിക്കാൻ ഇടമില്ല. ചില സമയത്ത് അവർക്ക് നിത്യവൃത്തി പോലും നടന്നു പോകാത്തൊരവസ്ഥയാണ്. നമുക്കെല്ലാവരും കൂടി അങ്ങനെയുള്ളവരാ ഇപ്പോൾ അമ്മയ്ക്ക് സമർപ്പിച്ച് ഈ ആഴ്ചക്കുള്ളിൽ അവരുടെ കാര്യത്തിന് സാക്ഷ്യം പറയാൻ പറ്റുന്ന രീതിയിൽ അമ്മ തീരുമാനം ഉണ്ടാക്കുക. നിങ്ങൾ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഓ ആരാധ്യനെ, സാമ്പത്തികമായ കടങ്ങളാലെ അപമാനിക്കപ്പെട്ട് സ്വന്തം വിലയും നിലയും പോയി കുടുംബകാര്യം പോലും നടക്കാൻ പറ്റാതെ നല്ലവരെല്ലാം ശത്രുക്കളായി സ്നേഹത്തിന്റെ സ്വരങ്ങള് ഭീഷണിയുടെ സ്വരം മാറുകയും എന്ത് ചെയ്യണമെന്നറിയാതെ വേദനപ്പെടുകയും ചെയ്യുന്നവര് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയാല് ഈശോയുടെ നാമത്തിൽ വഴിയും സത്യവും ജീവനുമായ ഈശോയുടെ നാമത്തിൽ വഴി തെളിഞ്ഞു വരട്ടെ, വഴി തെളിഞ്ഞു വരട്ടെ. ഹല്ലേലൂയ. മക്കളെ, ജോലിയില്ലാത്ത അവസ്ഥകൾ നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്തയാണ്. കാര്യം നമ്മൾ കൃപാസനം പത്രം നോക്കുമ്പോൾ അറിയാൻ കഴിഞ്ഞ മാസം മുഴുവൻ അമ്മ ചെയ്ത കാര്യങ്ങളെല്ലാം ഒരു 50% ജോലിയുടെ കാര്യങ്ങൾ. അപ്പം ഞാൻ അവിടെ ശ്രദ്ധിച്ചു. ഈ മിറക്കിൾസ് എല്ലാം സോർട്ട് ചെയ്യുമ്പോൾ ഞാനതിൻ്റെ
രീതികൾ ശ്രദ്ധിക്കും. അപ്പോൾ കഴിഞ്ഞ മാസം ചെയ്ത എല്ലാം ജോലിയുടേതാണ്. അപ്പോൾ അമ്മ ഈ കാഴ്ചവെട്ടിൽ നീ ഇവിടെ കാലെ കുത്തിയ നിൻ്റെ ജോലിയുടെ കാര്യത്തിൽ നീ പോലും വിചാരിക്കാത്ത തീരുമാനം ഉണ്ടാകും. ഇപ്പോഴും അതുപോലെ തന്നെ സംഭവിക്കണത്. അതായത് ഒരിക്കലും നമ്മൾ ചിന്തിക്കാത്ത സ്ഥലത്തു നിന്നൊക്കെ ജോലി വരുന്ന അത് തന്നെ നിനക്കും സംഭവിക്കും. നീ ഉടമ്പടി ചെയ്തിട്ട്. അപ്പം ഞാൻ ചില കാര്യങ്ങൾ എന്നോട് പറയുമ്പോൾ ഞാൻ ചോദിക്കും, മകനെ അത് ഉടമ്പടി വെച്ചിട്ടുണ്ടാകുമെന്ന് ചോദിക്കും. എന്താണെന്നറിയാമോ? വെച്ചിട്ടുണ്ട് നമുക്ക് ഉറപ്പാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നീ വിശ്വസിച്ച് മുന്നോട്ട് പോണ കാര്യം മാത്രമേ ഉള്ളൂ. നിനക്ക് പറ്റിയ നിൻ്റെ ആംഗിളിൽ ദൈവം നിന്നെ അത് ക്രമീകരിച്ച് തരും. ഇപ്പോൾ ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി നമ്മൾ ആരാധനയെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ജോലി ഇല്ലാത്തവർക്ക് ജോലി ലഭിക്കാൻ സമയം കൂടുതൽ എടുക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അന്തരാളത്തിലായിരിക്കുന്നവരെ കർത്താവേ ഇപ്പോൾ സ്പർശിക്കണമേ. ജോലി ലഭിക്കുന്നതിന് എന്തെങ്കിലും തരത്തിലുള്ള നിയമ പോരായ്മകള് യോഗ്യത കുറവുണ്ടെങ്കിൽ എഫേസ്യൻസ് 2:8 പ്രകാരം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, നിന്റെ കൃപയാൽ മക്കൾക്ക് ജോലി ലഭിക്കണമേ. സ്തുതിയുടെ ഹല്ലേലൂയ. വീടില്ലാത്തവരെ നിങ്ങളെ ശ്രദ്ധിക്കണം. എന്നോട് വീടില്ലെന്ന് ചോദിച്ചാൽ ഞാൻ ഉടനെ ചോദിക്കും സ്ഥലമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ പറയും സ്ഥലവും ഇല്ലെന്ന് പറയും. എന്താ കാര്യം? വീടിന് സ്ഥലം. അപ്പോൾ നമ്മൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? സ്ഥലമാണ് പ്രാർത്ഥിക്കേണ്ടത് അല്ലേ? സ്ഥലമൊക്കെ കർത്താവിൻ്റെ കയ്യിലുണ്ട്. സമയം അമ്മ ക്രമീകരിക്കുമെങ്കിൽ പിന്നെ വേണ്ട സ്ഥലമല്ലേ? സ്ഥലവും ക്രമീകരിക്കാൻ പറ്റും. ഇപ്പം ചിലർ പറയണല്ലേ, കാശുരം കൊണ്ടുപോയി വെഞ്ചരിച്ച കാശുരം കൊണ്ടുപോയി നടക്കല് കുഴിച്ചിട്ടെന്നൊക്കെ പറഞ്ഞ് സാക്ഷ്യം വന്നില്ലേ? നമ്മുടെ അച്ഛന്മാർ കേൾക്കണമെങ്കിൽ പറഞ്ഞു ഇതൊക്കെ പ്രാകൃതമായ വിശ്വാസമാണല്ല. നമ്മുടെ വിശ്വാസം ഇത്തിരി പ്രാകൃതമാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ പ്രാകൃത വിശ്വാസമാണ് നമ്മൾ ഫോളോ ചെയ്യണത്. നമ്മളല്ലല്ലോ ആദ്യം കുഴിച്ചിട്ടത്. ഇയാളെ കുഴിച്ചിട്ടത് ആരാ? ഇയാളെ ഭൂമി കുഴിച്ചിട്ടത് ആരാ? പരമപിതാവാണ് കുഴിച്ചിട്ടിരിക്കുന്നത്. ഈ കുരിശ് ഭൂമി കുഴിച്ചിട്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത് അല്ലേ? അല്ലേ? ഈ കുരിശ് ഭൂമി കുഴിച്ചിട്ടതാണ്, പിതാവാണ് കുഴിച്ചിട്ടത് മനുഷ്യരാജ രക്ഷയ്ക്ക് വേണ്ടി. അപ്പോൾ കുഴിച്ചിട്ട് രക്ഷപ്പെടുമെന്ന് നമ്മൾ പഠിപ്പിച്ചത് ആരാ? ദൈവമാണ്. നമ്മൾ അതിലാണ് പ്രാർത്ഥിക്കുന്നത്, അല്ല വേറെ ചില ആൾക്കാർ ചെയ്യണ പോലെ അല്ല. അപ്പം നമ്മളത് എഴുത്തി കൊടുക്കുമ്പോൾ പറയും, കർത്താവേ നീ എന്നെ കുഴിച്ചിട്ടാണ് രക്ഷപ്പെടുത്തിയത്, നിൻ്റെ കുരിശ് ഭൂമി കുഴിച്ചിട്ടാണ്, ഞാൻ നിൻ്റെ നാമത്തിലാണ് ഈ ആശ്ചര്യം കൊടുക്കണതെന്ന് പറയും. പക്ഷെ അത് ചെയ്യണ ആൾക്കാർ എന്ത് ചെയ്യണം? വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ചെയ്യേണ്ടത്. അത് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് അത് ചെയ്യേണ്ടത്. അപ്പോഴും വിവരം അറിയാത്. എൻ്റെ മക്കൾ എന്ത് ചെയ്താലും വിശ്വാസ പ്രമാണം ചെയ്യാവൂ. ഇപ്പം മുസ്ലിം സഹോദരൻ പ്രാർത്ഥിക്കാൻ വരണില്ലേ? അപ്പം അവർക്കും വേറെ ഒരു ഓപ്ഷനില്ല, ഈ വിശ്വാസ പ്രമാണം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കാര്യം ഇതിലെയാണ് യേശു കർത്താവാണെന്ന് ഹൃദയത്തിലെ അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചോട് ഏൽപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ആണ് രക്ഷ പ്രാപിക്കുന്നത്. അതിൻ്റെ ഒരു ലോങ് ആയിട്ടുള്ള ഫോർമുലയാണ് വിശ്വാസ പ്രമാണം. അതുകൊണ്ട് നമ്മൾ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ അധരം കൊണ്ട് ചെല്ലാൻ പറ്റത്തില്ല. എന്താ കാര്യം? വിശ്വാസ പ്രമാണം ചില ആൾക്കാർ ചെല്ലിയിട്ട് ഒക്കാത്തതെന്നറിയാവാ, ഓർത്തിട്ട് പട്ടിക പോയി 2, 2, 4 ചെല്ലിയിട്ടാണ്. അങ്ങനെയല്ല, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയാം. പക്ഷേ അതിന് മുമ്പ് വേറെ പ്രശ്നമുണ്ട്. എന്താണ്? ദൈവം അവനെ മരിച്ചോട് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിലെ വിശ്വസിക്കണം. അപ്പം ഹൃദയത്തിൽ വിശ്വസിക്കാത്ത ആൾക്കാർക്ക് ആർക്കും വിശ്വാസ പ്രമാണം ചെല്ലാൻ പറ്റത്തില്ല. അതെന്താ ആക്ടിവേറ്റ് ചെയ്യണം എന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിനക്ക് ജോലിയില്ല, വീടില്ല, അല്ലെങ്കിൽ നിൻ്റെ വിസ റിജക്റ്റ് ചെയ്ത് നമ്മളെന്താ മരിച്ചവനെ ദൈവം അവനെ മരിച്ചോട് നിർപ്പിച്ചെന്നാണ് വിശ്വസിക്കണത്. അപ്പം മരിച്ചു കിടക്കണ, ചത്ത് കിടക്കണ, ചതഞ്ഞ് കിടക്കണ നിർജീവമായ എല്ലാം യേശുക്രിസ്തു നാമത്തിൽ ഉയർപ്പിക്കപ്പെടും. എൻ്റെ ജനമേ, ഞാൻ നിങ്ങളെ കല്ലറയിൽ നിന്ന് ഉയർത്തിക്കൊണ്ട് വരുമെന്ന് കൈയടിച്ച് കർത്താവ് ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. രോഗ ദുരിതങ്ങള്, കടഭാരങ്ങള്, കിട്ടാക്കടകള്, ജീവിത വ്യഗ്രതകള്
ഹല്ലേലൂയ. Praise the Lord. Praise the Lord. ഹല്ലേലൂയ. Hallelujah. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. എൻ്റെ ജനമേ, കുഴിമാടങ്ങളിലുള്ളവരെല്ലാം കർത്താവിൻ്റെ സ്വരം കേൾക്കുന്ന കാലം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു വന്ന്. സ്ഥലം വരുന്നു എന്നുണ്ടെങ്കിൽ അത് ഫ്യൂച്ചറായിട്ട് സംഭവിക്കുന്ന കാലമാണ്. പക്ഷേ വിശ്വസിക്കുമ്പോൾ അത് വന്നു കഴിയും. യോഹന്നാൻ്റെ സുവിശേഷം 5:27 എന്താ പറയണേ? കുഴിമാടങ്ങളിലുള്ളവരെല്ലാം കർത്താവിൻ്റെ സ്വരം കേൾക്കുന്ന സമയം വരുന്നു. നോ, ദിസ് ഇയർ അത് വന്നു കഴിഞ്ഞു എന്നാണ് പറയണത്. അപ്പോൾ എന്താ? നീ വിശ്വസിക്കുമ്പോഴേ 10:9 പ്രകാരം, റോമ 10:9 പ്രകാരം യേശു കർത്താവാണെന്ന് അതിരം കൊണ്ട് ഏറ്റു പറയുമ്പോൾ, ദൈവം അവനെ മരിച്ചത് നീർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോൾ ആ സമയം വന്നു കഴിയും. ആ സമയം വന്നു കഴിയും. നിന്റെ ജോലി ആയാലും വീടായാലും. അതുകൊണ്ട് ദൈവവേദലെ നീ വിശ്വാസത്തിൽ കുറച്ചുകൂടി നീ മുറുക്കം പ്രാപിക്കാൻ പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങൾത്താറയിലെ വെളിപ്പെടുത്തിയതുപോലെ വിശ്വാസത്തിലെ മുറുക്കം പ്രാപിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ചലിക്കാത്ത വിശ്വാസത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. വിശ്വാസത്താൽ സന്തോഷിപ്പിക്കണമേ. വിശ്വാസത്താൽ പ്രത്യാശിപ്പിക്കണമേ. വിശ്വാസത്താൽ ആത്മധൈര്യം പ്രാപിക്കണമേ. വിശ്വാസത്താൽ സ്നേഹത്താൽ അഭിഷേകം ചെയ്യണം. ഹല്ലേലൂയ. ഇപ്പോൾ നേർച്ച ഉയർത്തി പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിക്കേ. Lord Jesus Christ, pour out His Spirit. The fire of Him, soak with the precious, cast me immense burdens and troubles in life. By God the Father Almighty, let the divisions found division, say to set us make nations spiritual, and turn from Hell may bless the look at the church of the എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയെ ഞാൻ മക്കളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. വീണ്ടും സമാപന പ്രാർത്ഥനയാണ്. ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ, അത് ശക്തമായിട്ട് സ്തുതിക്കട്ടെ. നേർച്ച വസ്തുക്കൾ ഉയർത്തിപ്പിടിക്കട്ടെ, ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ, യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. കർത്താവേ, അനാവിധമായ രോഗങ്ങൾ, ദുരിതങ്ങൾ, ഉടമ്പടിയിൽ സമർപ്പിച്ചുള്ള നിയോഗങ്ങൾ, ജീവിത വിഷമതകൾ അനുദിന കർത്താവേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രഭാതത്തിൽ എല്ലാ ദൈവങ്ങളും ഏറ്റെടുത്ത് അത് പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.